അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മള യാ വാസിഅൽ കറമി. ഏറെ പ്രിയം നിറഞ്ഞ ബ്രൈറ്റ് അക്കാദമിയിലെ കേട്ടപ്പളിതാക്കളെ അസ്സലാമു അലൈക്കും. ഇന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനാണ്. നമ്മൾ ഈ ക്ലാസ്സുകൾ ഇതിന്റെ PDF മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. ജാഹിലി കാലഘട്ടത്തിലെയും അസ്ലുകളുടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലേക്ക് വരാം. ലിൽ ലുഗത്തുൽ അറബിയ ഇഹ്ദൽ ലുഗാത്ത്. അൽ-ലുഗത്തുൽ അറബിയ എന്ന് പറയുന്നത് അൽ-ലുഗത്തുൽ അറബിയ ഇഹ്ദൽ ലുഗാത്ത്, അറബി ഭാഷ എന്ന് പറയുന്നത് ഒരു എന്താണ് ഭാഷയിൽപ്പെട്ടതാണ്. റസ്മി എന്താണ് UN യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള എത്ര ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷ എന്നുള്ളതാണ്. യെസ്, ഏതാണ്? സിത്തു എന്നാണ്, 6 എണ്ണമാണ്. മറ്റ് ഭാഷകൾ എന്ന് പറയുന്നത് അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ ആൻഡ് സ്പാനിഷ് എന്നുള്ളതാണ്. മൊത്തം 6 എണ്ണമാണ്. അറബിക് ഉണ്ട്, സീൻ ചൈന ഉണ്ട്, അതുപോലെ തന്നെ ഇഞ്ചിലീസിയ ഉണ്ട്, അതുപോലെ ഫറൻസി ഉണ്ട്, റൂസിയ ഉണ്ട്, അതുപോലെ തന്നെ ഇസ്ബാനിയ സ്പാനിഷ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 6 ഭാഷകളാണ് നമുക്കുള്ളത് ഒഫീഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജുകളായിട്ട്. അൽ അറബ് മിൻ ശുഊബിൽ മഗൂളിയ അസ്സാമിയ അൽ ബാത്തിനിയ അൽ ഹാമിയ. അറബികൾ എന്ന് പറയുന്നത് സെമറ്റിക് ഭാഷയിൽപ്പെട്ട അല്ലെങ്കിൽ സെമറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒരു ഭാഷാ കുടുംബമാണ് അറബികൾ എന്ന് പറയാം. അതിൻ്റെ അകത്ത് അബറാനികളും ആറാമികളും ആശൂരിയാക്കളും കനാനുകളുണ്ട്. ആരൊക്കെയാണ്? അബറാനികളുണ്ട്, അറാമിയാക്കളുണ്ട്, ആശൂരിയങ്ങളുണ്ട്, അപ്പോൾ തന്നെ ഇതുണ്ട്. ഒരു മിനിറ്റ്, ബാങ്ക് കൊടുക്കുന്നുണ്ട്, 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ.
ഹലോ, കേൾക്കാമല്ലോ അല്ലേ? എന്റെ ശബ്ദം ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അറബികൾ എന്ന് പറയുന്നത് എന്താണ്? സെമറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് അറബികൾ എന്ന് പറയാം. ഓക്കെ, സെമറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ടവരാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കി. അടുത്തത് പല ബാദൽ മുസ്തഷ്രിഖുൻ, ചില ഓറിയന്റലിസ്റ്റുകൾ പറയുന്നുണ്ട്, ഇന്ന ലുഗത്തുൽ അറബിയ, അറബി ഭാഷ എന്ന് പറയുന്നത് മിൻ ദേശ്. എന്താണ് ഈ ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ? എന്റെ ഓർമ്മ ശരിയാണ്, നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് ഈ ഓറിയന്റലിസം എന്ന് വെച്ചാല്? പാശ്ചാത്യരായിട്ടുള്ളവര് അറബികളെ കുറിച്ച് പഠിക്കുകയും അറബികളെ കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയാം. അതാണ് മുസ്തശ്രിഖ് എന്ന് പറയാം കേട്ടോ. ഇതാണ് പാശ്ചാത്യരായിട്ടുള്ള യൂറോപ്യൻ സാഹിത്യകാരന്മാര് അറബികളെ കുറിച്ച് പഠിക്കുകയും അറബികളെ കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയാം. യെസ്, അവരിലെ ഷ്ലോസർ എന്ന് പറയുന്ന വ്യക്തിയാണ് സെമറ്റിക് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. പേര് മറക്കണ്ട കേട്ടോ, ഷ്ലോസർ എന്ന പേര്. ഷീന് ലാമ് വാവ് ഷ്ലോസർ. അദ്ദേഹമാണ് ആദ്യമായിട്ട് സെമറ്റിക് എന്ന് പറയുന്ന വാചകം ആദ്യമായിട്ട് ഡിനോട്ട് ചെയ്യുന്ന കോയിൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അറബി ഭാഷ മറ്റു ഭാഷകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അറാബിന്റെ വിഷയത്തിലാണോ, വമീറുകളുടെ വിഷയത്തിലാണോ, നിത്യക്ക് ഉച്ചാരണത്തിന്റെ വിഷയത്തിലാണോ, തർക്കീബ് സ്ട്രക്ചറിന്റെ വിഷയത്തിലാണോ? യെസ്, നമ്മൾ പറഞ്ഞിരുന്നതാണ് എന്തിന്റെ വിഷയത്തിലാണ്? വമീറുകളുടെ വിഷയത്തിലല്ല, നെതുക്കിന്റെ വിഷയത്തിലല്ല, തർക്കീബിന്റെ വിഷയത്തിലല്ല, പകരം ഇറാബ് സ്ട്രക്ചറിന്റെ വിഷയത്തിലാണ് എന്നുള്ളതാണ്. ഇത് 2014 ചോദ്യമാണ്. നിങ്ങൾ നോക്കിക്കേ, 2014 10 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യം 2024 ചോദിച്ചു. എന്ത് രസമുണ്ട്, ഒരു 4 മാസം 5 മാസത്തെ വ്യത്യാസമുള്ളൂ. അന്ന് 2014 സെപ്റ്റംബറിൽ ചോദിച്ചു, ഇത് 2024 ഏപ്രിലിൽ ചോദിച്ചു. 10 വർഷത്തെ വ്യത്യാസത്തിന് ഇപ്പുറത്തേക്ക് ചോദ്യങ്ങൾ അതേ ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുൻകാല ചോദ്യങ്ങൾ നമ്മൾ നന്നായി നോക്കണം എന്ന് പറയുന്നത്. അറബികളെ നമ്മൾ പ്രധാനമായും 2 രൂപത്തില് അറബി അടിസ്ഥാനത്തെ നമ്മൾ തരംതിരിക്കാറുണ്ട്. എങ്ങനെയാണ്? കഹ്താനികളെന്നും അദ്നാനികളെന്നും നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. കഹ്താനികള് ജനൂബികളാണോ ഷിമാലികളാണോ? കഹ്താനികള് കഹ്താനുകളുണ്ടല്ലോ, അവര് ജനൂബാണോ ഷിമാല? അവര് ജനൂബാണോ ഷിമാലാണോ എന്നാണ് ചോദ്യം. ജനൂബ്. പിന്നെ അദ്നാനികളോ? ഷിമാലാണ്. ഓക്കെ, ഞാന് ഇതെങ്ങനെയാ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് അറിയോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പേര് അജു ഷാഹിദ് എന്നാണ് അല്ലെ? ഞാന് എന്നെ തന്നെ ഇഷ്ടമുള്ളപ്പോ ഞാൻ വിളിക്കലുണ്ട് കുജു എന്ന് വിളിക്കലുണ്ട്, അല്ലെങ്കിൽ എന്റെ ഉമ്മി എന്നെ കുജു എന്ന് വിളിക്കാറുള്ള, കുജു ഇങ്ങോട്ട് വാടാന്ന് പറയലുണ്ട് സ്നേഹമുള്ളപ്പോ. അപ്പൊ കാഫും ജീമും അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യലുണ്ട്, കുജു. ഇപ്പൊ ജനൂബ് കിട്ടിയില്ലേ? അല്ല, കഹ്താനികളെയും ജനൂബികളെയും കിട്ടിയില്ലേ? സ്വാഭാവികമായിട്ട് അതിനാണ് ഷിമാലുകളാ. അവിടെ വേറൊരു കണക്ഷൻ ഉണ്ട്, എന്താ അറിയോ? അജു ഷാഹിദ് എന്ന എന്റെ പൂർണ്ണ നാമം. ആദ്യത്തെ 2 ഇട്ടിട്ടാ മതി. അജു അദ്നാന്, ഷിമാല് ഷീനും ഷാഹിദും. ഓക്കെ ആയോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട നിങ്ങൾ എന്നെ ഓർത്താൽ മതി. എന്നെ തന്നെ നിങ്ങൾ കുജൂന്നും മജൂന്നും ഒക്കെ വിളിച്ചു നിങ്ങൾ പഠിച്ചോ, കുഴപ്പമില്ല ഇൻഷാല്ലാ. ഇനി കലിമത്തു ഖുറൈശ് തദില്ലു അല, ഖുറൈശികൾ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണോ, അതല്ല ഒരു പർവ്വതമാണോ, അതല്ല ഒരു ഗോത്രമാണോ, അതല്ല ഒരു നഹർ നദിയാണോ എന്നുള്ളതാണ് ചോദ്യം. യെസ്, ഖുറൈശികൾ എന്ന് പറയുന്നത് എന്താണ്?
അറേബ്യയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കുടുംബമാണ്. അന അഫ്സഹുൽ അറബ് ബിയദി അന്നി മിൻ ഖുറൈശ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന അഫ്സഹുൽ അറബ്, ഞാനാണ് അറബികളിൽ ഏറ്റവും ഫസിഹായ വ്യക്തി. ഫസീഹ് എന്ന് വെച്ചാൽ എന്താ? അൽ ലുഗത്തുൽ ഫുസ്ഹ എന്ന് ഞാൻ കഴിഞ്ഞ വട്ടം ചോദിച്ചിരുന്നു. സാഹിത്യം. സാഹിത്യം അല്ല. വാചാലതല്ലേ? അല്ല. എന്താണ്? ശുദ്ധമായ, വാചാലമായ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഭാഷകൾ പ്രധാനമായി രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ശുദ്ധ ഭാഷ എന്ന് പറയലുണ്ടെങ്കിലും നമ്മളതിനെ ഇംഗ്ലീഷിൽ പറയാ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്ന വ്യക്തമായി സംസാരിക്കാന്നല്ല. ലാംഗ്വേജ് പ്രധാനമായിട്ടൊന്നുള്ള ഒഫീഷ്യൽ ലാംഗ്വേജുകളുണ്ട്. അതാണ് ഫുസ്ഹ എന്ന് പറയുക. ഒഫീഷ്യൽ ലാംഗ്വേജുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ആമിയ, കൊളോക്കിയൽ ലാംഗ്വേജ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന ഇപ്പൊ മലയാളം എന്ന് പറയുന്ന ഭാഷ പ്രത്യേകിച്ചും പുസ്തക രൂപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒഫീഷ്യാലിറ്റി കീപ്പ് ചെയ്തിട്ടാണ്. അതർവൈസ് നമ്മൾ നാട്ടിൻപുറങ്ങളിൽ സംസാരിക്കുന്നതാണ് ആമിയായിട്ടുള്ള രൂപമാണ്. മനസ്സിലായോ? നിങ്ങൾ കുത്തിയിരിക്കുന്നു പറയൂല ഞങ്ങൾ മലപ്പുറംകാര്. ഞങ്ങളിവിടെ വന്ന് തന്നെ കുത്തിയിരിക്കുന്നു പറയരുത്. കുത്തിയിരിക്കുന്നു പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. അത് ബാത്റൂമിൽ ഇരിക്കുന്ന ഇരുത്താണ് കുത്തിയിരിക്കല്. ഇവിടെ ഇരിക്കുന്നത് നോർമൽ ഇരുത്താണ്. നിങ്ങൾ കുത്തിയിരിക്കുന്ന കുത്തല് എന്ന സംഭവം കേറ്റരുത്. ഇന്നിവിടെ ഇടിയിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് വാചകത്തില്. മലപ്പുറവും തെക്കൻ എന്താണ് ഒരു വാചകം തന്നെയല്ലേ? തെക്കനെയും മൂർഖനെയും കണ്ടു തന്നെ ആദ്യം ആരടിക്കണം? അത് പറഞ്ഞൂടാ. തെക്കനെ കൊന്നിട്ട് മൂർഖനെ കൊല്ലണം. ആ, തെക്കനെ കൊന്നിട്ട് വേണം മൂർഖനെ കൊല്ലാൻ. എന്നെ കൊല്ലല്ലോ കേട്ടോ, ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റൂല. ഓക്കെ. മൽ മുറാദ് ബി അയ്യാമുൽ അറബ്, എന്താണ് അയ്യാമുൽ അറബ് എന്ന് വെച്ചാല്? സഖാഫാത്തിഹിം, ഖബായിലിഹിം, ഹുറൂബിഹിം, അസ്വാഖിഹിം. യെസ് യെസ് യെസ്, മാഷാ അല്ലാഹ്. അവരുടെ യുദ്ധങ്ങളാണ്. ജാഹിലിയ്യ കാലഘട്ടത്തില് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. നമ്മള് പ്രധാനപ്പെട്ട 4 യുദ്ധങ്ങളൊക്കെയാണ് പഠിക്കുന്നുണ്ടെങ്കിലും ഒരു കുറെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അറബികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്, നല്ല രസമാണ്. മുപ്പയുടെ ഒരു കോട്ടൺ ഉണ്ട്. അതായത് അറബികളെ മനസ്സിലാക്കാൻ നമുക്ക് അറിയില്ല. അവർ ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹമുള്ളവരായിരിക്കും. ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ നമ്മൾ പറയാം ചക്കര ഈച്ചയെന്ന് പോലെ ആയിരിക്കും. ചില സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് കടന്നൽ കിട്ടിയ മുഖമായിരിക്കും രണ്ടുപേർക്ക്. കടന്നത് നല്ല ശത്രുതയായിരിക്കും. ഇവര് രണ്ടുപേരും കൂടി, ഇത് രണ്ടും കൂടി യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർക്കിടയിൽ നല്ല നല്ല സാഹിത്യങ്ങൾ പിറവിയെടുക്കുമെന്ന് ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്. മനസ്സിലായോ? ഇബ്നു ഖൽദൂന്റെ ഒരു കോട്ടാണ് മുമ്പ് നെറ്റ് പരീക്ഷയൊക്കെ ചോദിച്ചിട്ടുണ്ടൊക്കെ ഈ ഒരു കോട്ട്. ഓക്കെ. അപ്പൊ അയ്യാമുൽ അറബ് എന്ന് വെച്ചാൽ അവരുടെ യുദ്ധങ്ങളാണ്. ലൈസത്ത് മിൻ അയ്യാമുൽ അറബിൽ പെട്ടത് ഏതൊക്കെയുണ്ട് ചോദിക്കട്ടെ, പറയാൻ വിട്ട്. അയ്യാമുൽ അറബിൽ പെട്ടത് ഏതൊക്കെയുണ്ട്? ആരൊക്കെയുടെ കയ്യിലാണ് ബസൂസ് യുദ്ധം നടന്നത്? ബസൂസ് യുദ്ധോ? ബസൂസ് യുദ്ധോ? ബക്കർ തഗ്ലബ്, ബിക്കർ തഗ്ലബ് ഗോത്രങ്ങൾക്കിടയിൽ 40 വർഷക്കാലം നീണ്ടു നിന്നൊരു യുദ്ധമാണ് ബസൂസ് യുദ്ധം. മറ്റൊരു യുദ്ധമാണ് ദർബ് ദാഹിസുൽ വബർ. അതൊക്കെ തമ്മിലാണ്. ഇനി മറ്റൊരു യുദ്ധമുണ്ട് ഹർബുൽ ഫജ്ജാർ. ഹർബുൽ ഫജ്ജാർ ആർക്കുടെ കയ്യിലാണ്? ഖുറൈശ്. യെസ്, ഖുറൈശികളും കിനാനക്കാരും കൈസ് ഗോത്രങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ്. മാത്രമല്ല ഈ യുദ്ധത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു യുദ്ധമാണ് ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റായോ? തങ്ങളുടെ 15ാമത്തെ വയസ്സിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ മിൻ അയ്യാമുൽ അറബ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഹർബുൽ ബസൂസ്, ഹർബുൽ യമാമ, ഹർബു ദാഹിസുൽ വബറ, ഹർബുൽ ഫിജാർ.
ആ ഓക്കെ. ലൈസമിൻ അയ്യാമിൽ അറബ് ഏതാണ്? അർബുൽ യമാമയാണ്. വെരി ഗുഡ്. കലാമോ മൗസൂൻ മുക്കഫ, വസിനും കാഫിയും ചേർന്ന പദത്തിന് എന്താണ് പറയാ? മക്കാൽ എന്ന് പറയോ, ഖുത്ബത്ത് എന്ന് പറയോ, ഹിക്കായത്ത് എന്ന് പറയോ, ഷിഅർ എന്ന് പറയോ? മാതാരിഫ്. യെസ്, വി ആർ കോളിംഗ് ദാറ്റ് അഷ്ഇർ. കവിതയെയാണ് നമ്മൾ പറയുന്നത് വസിനും കാഫയും ചേർന്നതാണെന്നുള്ള, അല്ലെ? നമ്മൾ പറയും ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഇൽമുൽ അറൂദ് എന്താണ് ഗൃഹ്യസ്ഥമാക്കുകയും കലക്കി കുടിക്കുക നമ്മളോടാണോ ബാല ഈ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നതെന്ന്, അല്ലെ? മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും. ആയിക്കോട്ടെ. കാരണം ഷിഅ്റു ഫിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലെ കവി എന്തായിരുന്നു എന്നുള്ളതാണ്. ളൈഫൻ മുഹ്തരിമൻ, വളരെ ബഹുമാനായിട്ടുള്ള ഒരു എന്താണ് അതിഥിയായിരുന്നു. നബിയ കൗമിഹി, തന്റെ സമൂഹത്തിന്റെ ഒരു നബിയായിരുന്നു, പ്രവാചകനായിരുന്നു. റസൂലൻ അല്ല നബിയായിരുന്നു. റസൂലൻ കരീമൻ, വളരെ ബഹുമാനിതം നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അനുഗ്രഹിക്കേണ്ട ഒരു എന്താണ് ദൈവദൂതനായിരുന്നു. അതല്ല സമൂഹത്തിന്റെ നാവായിരുന്നു എന്നുള്ളതാണ്. സമൂഹത്തിന്റെ നാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ പ്രശ്നങ്ങളെ പൊതുമധ്യയിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായിരുന്നു എന്നുള്ളതായിരുന്നു. യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, ലിസാന കൗമിഹി എന്നുള്ളതാണ്. ഞാനിതൊന്നും ഡീറ്റെയിൽ ആയി പറയാത്തത് മുമ്പ് ഷാഹില ടീച്ചർ ക്ലാസ് എടുത്തപ്പോ വളരെ വിശദീകരിച്ചു കൊണ്ട് ചെയ്ത ഭാഗങ്ങളായതാണ്. അൽ ഖാസിയത്തു ഡേഷ് മിൻ ഖസായിസു ഷിഅ്റുൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിൽ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകത എന്താണ്? വഹദത്തുൽ ബൈത്ത് എന്നുള്ളതാണ് ഉത്തരം. എല്ലാവർക്കും അറിയാം. അർജാൽ അല്ല, അസ്ജാലാണ്. അസ്ജാല് മുബശഹാത്തൊക്കെ എവിടെ ഉള്ളതാ? അബ്ബാസിയില്. അന്തുലുസിലാണ്, അബ്ബാസിയിലാണ്. ഞാൻ ഞായറാഴ്ച ക്ലാസ് എടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തിങ്കളാഴ്ച ആയപ്പോ നിങ്ങൾ മറന്നും പോയി. നന്നായിട്ടോ, നല്ലതാ, ഇഷ്ടപ്പെട്ടു. മൻ റുവാത്തി ഷിഅ്റുൽ ജാഹിലി അല്ലദീന ഇത്തഖദു റിവായത്തു ഷിഅ്റുൽ ജാഹിലി അമാലൻ അസാസിയൻ ലഹു, പ്രധാനപ്പെട്ട ഒരു ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു റവാത്താണ്. എന്താ? റിപ്പോർട്ടറാണ്. അല്ലദീന ഇത്തഖദു, അവർ തെരഞ്ഞെടുത്തു റിവായത്തു ഷിഅ്റുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അമലൻ അസാസിയൻ ലഹും, അവരുടെ പ്രധാന അമലൻ എന്നായിരുന്നു, പക്ഷെ ഉമ്മാലൻ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് അവരുടെ വർക്കുകളായിരുന്നു അസാസിയൻ, അടിസ്ഥാനമായിട്ടുള്ള. അബു അംർ ബിൻ അൽ അലാ, മുഫല്ലലുൽ ലബിയ്യ, ഹമ്മാദുർ റാബിയ, ജമീഉ മാ ദുക്കിറ. യെസ്, എല്ലാവരും ഓപ്ഷൻ സി പറയുന്നു. കാരണം മുഅല്ലഖ രൂപീകരിച്ചത് ഹമ്മാദ് റാബിയ ആയിരുന്നു, അല്ലെ? ഇവിടുത്തെ ചോദ്യം എന്താ? ജാഹിലി കാലഘട്ടത്തിലെ കവിതകളെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ആയിരുന്ന ചോദ്യം. ജാഹിലിയ കാലഘട്ടത്തിൽ മുഅല്ലഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കവിതകളായിട്ട്? ആണോ? മുഫല്ലലിയാത്ത് രചിച്ചതാരാ? മുഫല്ലലുൽ ലബ്ബിയാണ്. ഓക്കെ. അതുപോലെ അബു അംർ ബിൻ അലാ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു റാവിയാണ്. ആള് പറഞ്ഞൊരു കോട്ടൊക്കെ ഉണ്ട്. മാലിസാന ഹിമ്യറ ബിലുഗത്തിന വല അറബിയത്തും ബി അറബിയത്തിന, ഹിമ്യറുകാരുടെ അറബി ഭാഷ എന്നത് നമ്മുടെ ഭാഷയല്ല, നമ്മളുടെ അറബി ഭാഷ അവരുടെ അറബി ഭാഷയല്ല. അങ്ങനെ എന്താണ് ഹിമ്യർ കഹിലൻ ഗോത്രങ്ങളുണ്ടല്ലോ, അല്ലെ? ഹിമ്യറുകാരുടെ ഭാഷയെയും അറബി ഭാഷയെയും തമ്മിൽ വേർതിരിച്ച് പറഞ്ഞ ഒരു റിപ്പോർട്ടറാണ് അബു അംർ ബിൻ അലാ. ഞാൻ പറയണത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ചോദിക്കട്ടെ. അബു അംർ ബിൻ അലാ പറഞ്ഞ കോട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. തസവ്വജ ഇസ്നൈനി ലിഫറത്തുൻ ജഹിലിയൻ ബിമാ യഷ്കി ബിഹി സൗജ് മിസ്നൈതൈൻ. ഒരു അറാബി, ഉത്തരം മാഷാ അല്ലാഹ് കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി ആണ്. ഒരു അറാബി തന്റെ ഭാര്യയെ കളിയാക്കി പാടിയ പാടാണ്. നമ്മൾ ചില ഈ ഭാര്യമാര് അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാര് കുറച്ചു കാലം പറയും, പടച്ചോനെ എനിക്കിത് എന്തിന്റെ കേടായിരുന്നു.
ഞാൻ കല്യാണം കഴിച്ചത് ഒരു പെണ്ണിനെയല്ല, ലോകത്തുള്ള 4-5 പെൺപിള്ളേർ ഒരുമിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ റബ്ബേ, എനിക്ക് സ്വൈരം തരുന്നില്ല എന്നൊക്കെ പറയുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. അതുപോലെ ഒരു അറാബി എന്ത് ചെയ്യാണ്, തന്റെ ഭാര്യയെ പറ്റി സങ്കടപ്പെട്ട് തമാശ രൂപേണ പറഞ്ഞൊരു വാക്കാണ്. ഞാൻ ഇനി അതിന്റെ വിശദീകരണം നൽകുന്നില്ല, കാരണം ഞാൻ നൽകി കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ എൻ്റെ അടുത്ത് പറയും സ്ത്രീ വിരോധിയാണോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ അങ്ങനെയൊന്നും അല്ല, ഇതിന്റെ മീനിങ് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തസവ്വജ ഇസ്നത്തൈനി, ഞാൻ 2 പേരെ വിവാഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ. അശ്അറു ദീവാനുൽ അറബ് മൽ മുറാദു ബിഹാദ തഅബീർ. കവിത എന്നത് അറബികളുടെ രജിസ്ട്രിയാണ്. രജിസ്ട്രി എന്ന് വെച്ചാൽ എന്താ? ദീവാൻ എന്ന് വെച്ചാൽ രജിസ്ട്രിയാണ്, രജിസ്റ്റർ. മൽ മുറാദ് ബിഹാദ തഅബീർ, ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് വാട്ട് യു മീൻ ബൈ ദാറ്റ്, എന്താ ഉദ്ദേശിക്കുന്നത്? الشعر مجموعة من الأساطير لكل شعر عربي ديوان حياة العرب تنعكس في شعرهم يعرف الشعر بديوان العرب. അറബി കവിതകൾ എന്ന് പറയുന്നത് ഒരു കൂട്ടം സറ്റയറുകളാണ്. സറ്റയർ കവിതകൾ എന്ന് പറയും, സറ്റയറുകൾ. ഇനി ലിക്കുല്ലി ഷായറുൻ അറബിയും ദീവാൻ, എല്ലാ അറബി കവികൾക്കും ഒരു ദീവാൻ ഉണ്ട്, കവിതാ സമാഹാരമുണ്ട്. ഹയാത്തുൽ അറബ് തനാഖിസു ഫീ ശിഅരിഹിം, അറബികളുടെ ജീവിതത്തെ അവരുടെ കവിതകളിൽ അവർ റിഫ്ലക്ട് ചെയ്തിരുന്നു. തൻഅക്കിസ് എന്നൊക്കെ പറയുന്നത് റിഫ്ലക്ട് ചെയ്യാന്ന്, നമ്മൾ മിററിൽ റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ റിഫ്ലക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യഅറഫു ശഅറബി ദീവാനുൽ അറബ്, കവിത അറിയപ്പെടുന്നത് ദീവാനുൽ അറബ് എന്ന പേരിലായിരുന്നു. യെസ്, അശ്ശഅറു ദീവാനുൽ അറബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയാത്തുൽ അറബ് തനാഖിസ ഫീ ശിഅരിഹിം എന്നുള്ളതാണ്. ആരാണ് ഈ പറഞ്ഞത്, ഈ കോട്ട് പറയുന്നത് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണോ? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണോ? ഇബ്നു ഉമ്മു മക്തൂം തങ്ങളാണോ? ആരാണ്? ഉമ്മു മക്തൂമിന്റെ മകനാണോ? ആരാണ്? യെസ്, ആരാണ്? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അശ്ശഅറു ദീവാനുൽ അറബ് എന്ന കോട്ട് പറയുന്നത്. അൽ ഖസീദത്തുൽ ജാഹിലി, ജാഹിലി കവിതകൾ തബ്ദഅ സാധാരണയായി തുടങ്ങുന്നത് ബിസ്മില്ലാഹ് വസ്ഫുൽ മൗളു, വിശേഷം വർണ്ണിച്ചുകൊണ്ടാണോ? അത്തഹിയത്തു നമ്മൾ സറ പറയണല്ലോ, തഹിയത്ത് പറഞ്ഞുകൊണ്ടാണോ? വസ്ഫുൽ അത്ലാൽ, എന്താണ് അത്ലാലുകളെ വർണ്ണിച്ചുകൊണ്ടാണോ? അവശിഷ്ട വർണ്ണനകൾ നടത്തിക്കൊണ്ടാണ്. അവശിഷ്ട വർണ്ണന നടത്തിക്കൊണ്ടാണ്. അല്ലെ, നമ്മള് പഠിച്ചിട്ടുള്ള കവിതയാണ്. ജാഹിലി കാലഘട്ടത്തിലെ കവിതകൾ തതമയ്യസു, അത് വേറിട്ട് നിൽക്കുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന്റെ ലോകത്തുള്ള മനുഷ്യന്മാരുടെ വിഷയങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. അത്തഅമ്മുക്ക് വളരെ ഡീപ്നെസ് ആയിട്ടുള്ളതും വളരെ ദുർഘടമായിട്ടുള്ള വിഷയങ്ങളും കവിതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അസ്ദിഖി വൽ വുളൂഹ്, വ്യക്തതയും സത്യസന്ധമായിട്ടുള്ള ആവിഷ്കാരമായിരുന്നു. അനാസുറുൽ ബത്നിയ, എന്താണ്? രാജ്യത്തിന്റെ വിഷയങ്ങൾ, അതായത് ആർക്കും കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ലേ? ഒരു മിനിറ്റ് ഞാൻ കട്ട് ചെയ്ത് തന്നെയാണ്. നേരത്തെ നിങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ കട്ട് ചെയ്തതാണ്. ഒന്ന് റേഞ്ചിന്റെ എന്തോ ഇഷ്യൂ ആയിരിക്കണം. ഇപ്പൊ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പത്നി നമുക്കിതിലേക്ക് ഇത് വന്നിട്ട് അതിലേക്ക് വരാം അല്ലെ? ഇതിന്റെ ഉത്തരം സിദ്ദിഖ് വൽ വുളൂഹ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ വർണ്ണിക്കുക എന്നുള്ളതായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിൽ കവിതകളുടെ പ്രത്യേകത. മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാനാണ്, അനാസുറുൽ ബത്നിയ, നമ്മുടെ ഈ രാജ്യീയകരമായിട്ടുള്ള രാജ്യങ്ങളുടെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുള്ള കവിത ഏതായിരുന്നു? ഞാന് നിങ്ങളെ പഠിപ്പിച്ചപ്പോ പറഞ്ഞൊരു സാധനമാണ് മോഡേൺ ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ സമയത്ത്. ഷിഅറുൽ മുക്കാവമ എന്നൊരു വിഷയം ഉണ്ടായിരുന്നു, അറിയോ? ഷിഅറുൽ മുക്കാവമ. അതുപോലെ അഷ്ഉറു സിയാസ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ കവിതകൾ.
പൊളിറ്റിക്കൽ കവിത. അതിലൊക്കെ ഈ അനാസുൽ വത്തനിയ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. ഇതിലൊക്കെയാണ് ഒന്ന് ഷെറുൽ മുക്കാമേല്, 2 ഷെറു സിയാസി, പൊളിറ്റിക്കൽ കവിതയില്. ഈ അമവി കാലഘട്ടത്തിലാണ് സത്യത്തിൽ ഈ പൊളിറ്റിക്കൽ കവിതകൾ ഉണ്ടാവുന്നത്. അഖ്തലും ഫറസ്തക്കും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അവരൊക്കെ ഇങ്ങനെ ഒരു കുറെ ആൾക്കാരുണ്ടായിരുന്നു ഈ പൊളിറ്റിക്കൽ കവിത രചിക്കുന്നവരിൽ. അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ പേര് ഓർമ്മയില്ല, ബാക്കിയുള്ള അഖ്തലും ഫറസ്തൊക്കെ പൊളിറ്റിക്കൽ കവിത രചിച്ചിരുന്നു എന്നുള്ളതാണ്. تتسم موضوعات الشعر الجاهلي بأنها ذاتية خاصة اجتماعية عامة ذاتية عامة اجتماعية خاصة. എന്താണ് ഈ ദാത്തിയത്തുൽ ഖാസ എന്ന് വെച്ചാൽ? എന്താ ദാത്തിയത്തുൽ ഖാസ? ഒരു കവിയുടെ സെൽഫ് ഓറിയന്റഡ് ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അവര് സമൂഹത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനൊന്നും അല്ല കവിത ഉത്ഭവിച്ചിരുന്നത്. എന്റെ കാമുകിയെ കാണാനില്ല, എന്റെ കാമുകി പിരിഞ്ഞു പോയി, എനിക്ക് വയറുവേദന, എനിക്ക് കണ്ണുവേദന, എന്റെ ഒട്ടകത്തിന് ഇന്ന പ്രശ്നം, എന്റെ കുതിരക്ക് ഇന്ന പ്രശ്നം, എന്റെ ഉമ്മാക്ക് ഇന്ന പ്രശ്നം എന്നൊക്കെ സ്വന്തം കാര്യങ്ങൾ പറയാനായിരുന്നു അവർ കവിത ഉപയോഗിച്ചിരുന്നത്. അല്ലേ? ആണോ? അല്ലേ? അതെ അതെ. അല്ലാണ്ട് സമൂഹത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അക്രമകാരിയെ പുറത്താക്കണമെന്ന് അവർ പറഞ്ഞില്ല. അല്ലെങ്കിൽ എനിക്കും നിനക്കും ഈ പ്രശ്നം ഉണ്ടെന്നൊന്നും അവർ പറഞ്ഞില്ല. പകരം എല്ലാം ഞാൻ 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 എന്നതായിരുന്നു അവരുടെ വിഷയം. അന എന്നുള്ളതായിരുന്നു അവരുടെ ടോപ്പിക് പോലും. ലിസാന് കോമിഹി എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ നാവാന്നാ പറഞ്ഞ. അതിലൊക്കെ ഞാൻ വരാം. അവരൊരിക്കലും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞില്ല. ഈ മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു എന്താണ് കൂട്ടത്തിൽ, ഞാനൊരു കാര്യം പറ്റും, നമ്മളൊരു 4 പേര് ചേർന്നല്ലേ ഒരു സമൂഹം ഉണ്ടാവണത്. നമ്മൾ 4 പേര് ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടല്ലേ. ഓരോ കവികളുടെ അവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ അവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? സാറിന്റെ പ്രശ്നം പറയുന്നു, അനസാറിന്റെ പ്രശ്നങ്ങൾ പറയുന്നു, അജൂഷാന്റെ പ്രശ്നങ്ങൾ പറയുന്നു, മുഫീദ ടീച്ചറിന്റെ വിഷയങ്ങൾ പറയുന്നു. സ്വാഭാവികമായിട്ടൊരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ റൈസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ. അനസ് സാറിന്റെ പ്രശ്നം പറയുന്നു, ഞാൻ എന്റെ പ്രശ്നം പറയുന്നു, ഇസ്മായിൽ സാറിന്റെ വിഷയങ്ങൾ പറയുന്നു, മുഫീദ ടീച്ചറിന്റെ പ്രശ്നങ്ങൾ പറയുന്നു. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പറയാം. ഇതെല്ലാം പാവപ്പെട്ട ആര് കേൾക്കുന്നുണ്ട്? സൈഫുദ്ദീൻ സാറ് കേൾക്കുന്നുണ്ട്. സാറിന് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞതെന്ന് തോന്നുന്നു? 4 പേര് ചേർന്ന ഒരു കമ്മ്യൂണിറ്റി ആയില്ലേ? ഇല്ലേ? നമ്മൾ 4 പേര് ചേർന്ന ഒരു കമ്മ്യൂണിറ്റി ആവൂലേ? തീർച്ചയായും. എന്താ ആവാത്ത? മുഫീദ ടീച്ചർ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അല്ല സാരമില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ വ്യക്തികളെ ചേർന്നാണ് സമൂഹം രൂപപ്പെടുന്നത്. ഞാൻ എന്റെ പ്രശ്നം പറയുന്നു, നിങ്ങൾ നിങ്ങളെ പ്രശ്നങ്ങൾ പറയുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിറഞ്ഞൂടെ നമുക്ക് സമൂഹത്തില്? ഇന്ന് പ്രിൻസിപ്പൾ പറഞ്ഞൊരു, ഇന്ന് വൈകുന്നേരം ഒപ്പിടാൻ നേരത്ത് പ്രിൻസിപ്പൾ പറഞ്ഞ ഒരു കാര്യമാണ്. സാർ ഇങ്ങനെ ഇന്ന് രാവിലെ ടീച്ചറിന് വന്ന നേരം മുതൽ വൈകുന്നേരം 6 മണി വരെ, ഞങ്ങൾ 6 മണി ഇറങ്ങിയപ്പോ 6 മണി വരെയും പരാതികളോട് പരാതി. കഴിഞ്ഞ ഒരു അരമണിക്കൂർ കൊണ്ടൊന്ന് ഫ്രീ ആയിട്ടിരുന്നേന്ന് ടീച്ചർ പറഞ്ഞത്. ടീച്ചർ പറയുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ഡീൽ ചെയ്യാൻ വരാണ്. ഒരു സൊസൈറ്റിയുടെ പ്രശ്നങ്ങളെ പറയാം. ടീച്ചർ നേരിട്ടെല്ലാം ഓരോ പ്രശ്നങ്ങളാ. ആ ഓരോ പ്രശ്നങ്ങൾ ചേർന്നവരും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലം വരുന്നുണ്ട്. ചിലപ്പോ ഒരേ പ്രശ്നങ്ങളുള്ള ഒരുപാട് പേര് കാണാം. ഓക്കെ, വിശദീകരിച്ചത് പോകുന്നില്ല, ടീച്ചറിന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. അടുത്തത് ഇഖ്തിരി ഷാദ് മിനൽ മജ്മുഅ, കൂട്ടത്തിൽ പെട്ടത് ഒഴിവായത് കണ്ടെത്തുക എന്നാണ്. ഇഖ്തിരി തിരഞ്ഞെടുക്കുക, ഷാദ് മിനൽ മജ്മുഅ, കൂട്ടത്തിൽ പെടാത്തത്. മുഅല്ലഖ, അൽ കഅബ, അൽ മുദഹബ, അൽ സമൂദ്. യെസ്,
കഅബ എന്നുള്ളതാണ്. കാരണം മുഅല്ലഖകളും മുദഹബാത്തുകളും സമൂത്തുകളും എന്ന് പറയുന്നത് മുഅല്ലഖയുടെ പേരാണ്. മുഅല്ലഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയിൽ കെട്ടിയുടപ്പെട്ട കവിതകൾ എന്നുള്ളതാണ്. മുദഹബാത്ത് എന്ന് പറയുന്നത് എന്താണ്? കതബത്ത് ബിമാഇ ദഹബ്, സ്വർണ്ണ എന്താണ് ഇത് സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട എന്നുള്ളതാണ്. സമൂത്ത് എന്ന് വെച്ചാൽ സിംത്, മുത്തുകളാൽ രത്നങ്ങൾ എന്ന അർത്ഥത്തിലാണ് സംത്ത് എന്ന് പറയാം. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഹമ്മാദ് റാബിയ ദി ദൗറുൽ ബാരിസുൻ ഫി ജമഇൽ മുഅല്ലഖാത്ത് സബഅത്തുൻ അസ്സാബിഅത്തുൻ അസ്സബഅ ഗൈറു മാ ദുക്കിറ. റഹിയാൻ ടീച്ചറെ ഒന്ന് മൈക്കോണാക്കോ, അല്ലെ ഹബീബ ടീച്ചർ ഓണാക്കിയാലും മതി. ഹലോ, ഇവിടെ എന്താ ഈ സാബഅത്ത് പറയാതെ സബ എന്നുള്ളത് ഉത്തരായത്? ടീച്ചർ എന്താ ഓപ്ഷൻ എ കൊടുത്ത? അത് അതേ പോട്ടെ. റൈഹാന ടീച്ചർ പറഞ്ഞോ എന്തുകൊണ്ടാ ഓപ്ഷൻ എ കൊടുത്തത്? ഓപ്പോസിറ്റ് എന്താണ് ആയിരിക്കും. ഓപ്ഷൻ സി അതായത് ശരിയായി പറഞ്ഞ? 3 മുതൽ 9 വരെ അല്ല കാത്ത് തന്നെ. അപ്പൊ അതിന്റെ എണ്ണം പറയുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് സബ. ടീച്ചർ ഓപ്ഷൻ എ അല്ലേ കൊടുത്തത്? അല്ല, ഞാൻ സി ആണ് കൊടുത്തത്. വേറെ ആരോ ഒരാളെ ഞാൻ കണ്ടു. ഈ റഹിയാനത്ത് നല്ല പേര്. ടീച്ചർ സി കണ്ടു. വേറെ ആരെയോ ഒരാളെ ഞാൻ കണ്ടിരുന്നു ഓപ്ഷൻ എ കൊടുത്ത. അതുകൊണ്ടാണ് ഞാൻ ടീച്ചർ എന്ന് എഴുതിട്ടാ തൂക്കിയത് കേട്ടോ. ടീച്ചർ അല്ല, വേറൊരു റഹിയാനത്ത് സി എം എന്നുള്ളൊരു ഇതിന്ന് കേട്ടോ. ടീച്ചർ അല്ല, 2000 റഹിയാനത്ത് സി എം എന്നുള്ളതിന് ഓപ്ഷൻ എ കൊടുത്തു. പാവം ടീച്ചർ പിന്നീട് ഞാൻ റഹിയാനത്ത് അതാ പറഞ്ഞേ. ഓക്കെ, എനിവേ ഇതാണ് സംഭവം കേട്ടോ. സാബിഅത്ത് എന്ന് പറയാൻ കാരണം മുഅല്ലഖത്ത് എന്ന് പറയുന്നത് മുഅന്നസ് ആണ്. മുഅന്നസിന്റെ മുഅല്ലഖാത്ത് എന്ന് പറയുന്നത് ജംആയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സബ എന്ന് നമ്മൾ പറഞ്ഞ മുഫ്രദായ രൂപത്തിൽ സബ എന്ന് പറഞ്ഞത്. സാബിഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാബിഅത്ത് എന്ന് പറഞ്ഞാല് ഏഴാമത്തെ ചോദിക്കട്ടെ, ഏഴാമത്തെ 10 കവിതകളാണ് ഉള്ളത് കേട്ടോ. 10 പേരെന്ന് പറയുന്നുണ്ട്. 10 പേരെന്ന് പറഞ്ഞാൽ ഏഴാമത്തത് ആരാ? 7 10 അഭിപ്രായമുണ്ട്. ഏഴാമത്തത് ഹാരിസ് ബിൻ ഹില്ലിസയാണ്. ഓർമ്മ ശരിയാണെങ്കിൽ എന്തുവാണ്? എനിവേ المؤلفات السبع تعرف بالمفضليات الأسماعيات الصمود الخمريات. വേഗം ആൻസർ ചെയ്യണേ, ഇത് മുഴുവനും തീർക്കാനുള്ളതാ. യെസ്, സമൂത്ത് എന്നുള്ളതാണ്. സമൂത്ത് പറയണ്ടല്ലോ, മുത്തുകളെ അല്ലെങ്കിൽ എന്നർത്ഥത്തിലാണ്. ലിമാദാ തുസമ്മൽ മുഅല്ലഖാത്ത് ബിൽ മുദഹബാത്ത് തഹ്ഫിളു ഫി ഖസാനത്തുൽ മലിക് മഅ ദഹബ്. ഈ രാജാക്കന്മാരുടെ രജിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്വർണത്താൽ സൂക്ഷിക്കപ്പെട്ടത് കൊണ്ടാണോ? നസജത്ത് ബിൽ ഖുയൂത്തിൽ മുദഹബയാണോ? തഹ്ഫിളു ഫി ഖസാനത്തി ദഹബ് എന്നുള്ളതാണോ? അതല്ല കതബ്തു ബിമാഇ ദഹബ് എന്നുള്ളതാണ്. നസജത്ത് അത് കോർത്തിണക്കപ്പെട്ടു അല്ലെങ്കിൽ നെയ്തെടുത്തു. ബിൽ ഖുയൂത്തിൽ മുദഹബ സ്വർണ രത്നങ്ങളാൽ. തഹ്ഫളു ബിൽ ഖസായിന കദഹബ് സ്വർണത്തെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഖസായിനയിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണോ? അതല്ല മഅ ദഹബ് കൊണ്ട് രചിക്കപ്പെട്ടത് കൊണ്ടാണോ? കുതിബത്ത് ബിമാഇ ദഹബ് അല്ലേ? തുഅറഫു ബിൽ മുഅല്ലഖാത്ത് അയ്ളൻ അൽ മുതവ്വലാത്ത് അൽ മുഫല്ലലാത്ത് അൽ മുദഹബാത്ത് അൽ മുവശഹാത്ത്. അൽ മുവശഹാത്താണ്, അല്ല അൽ മുദഹബാത്താണ്. ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് ഹാരിസ് ബിൻ ഹില്ലിസ, ലബീദ് ബിൻ റബീഅ, അൻതറത്ത് ബിൻ ഷദ്ദാദ്, ഹാത്തിം അത്ത്-ത്വായി. ആരാണ്? ആരാണ് ഈ ഹാത്തിം അത്ത്-ത്വായി? ചിക്കട്ടെ, ഹാത്തിം അത്ത്-ത്വായിൽ എന്തിന്റെ വിഷയത്തിലാണ് പ്രശസ്തനാകുന്നത്? ഏതിലാണ്?
നജീം സാർ കേട്ടില്ല. വഫ ആണോ? ജൂതല്ലേ ഹാത്തിമുത്തോയി? അജ്വദ് മിൻ ഹാത്തിമുത്തോയി എന്നല്ലേ? സുഹുദല്ല. ഓക്കെ. ഹാത്തിമുത്തോയി അദ്ദേഹം നന്നായിട്ട് എന്താണ് സമ്പത്ത് ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹം നല്ല ജൂതിലും കറമിലുമാണ് മുപ്പത് പ്രശസ്തനാകുന്നത് കേട്ടോ. ഹാത്തിമുത്തോയി അദ്ദേഹം ജാഹിലി കവിയാണ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്? ചെലവഴിക്കുന്നുണ്ട്. ഇനി സുഹുദിന്റെ വിഷയത്തിൽ പ്രശസ്തനാകുന്നത് അബ്ബാസി കാലഘട്ടത്തിലെ കവിയായിരുന്ന അബുൽ അത്താഹിയ ആയിരുന്നു. അബുൽ അത്താഹിയ. ഓക്കെ. اختر الصحيح من التصريحات من المجموعة. أبو الأسود الدؤلي شاعر جاهلي. حارث بن هلسة شاعر عباسي. طرفة بن العبد من أصحاب المعلقة. عنترة بن شداد خطيب مشهور. യെസ്, അബുൽ അസ്വദ് ദുഉലി ആക്ച്വലി ഏത് കാലഘട്ടത്തിലുള്ള വ്യക്തിയാണ്? അമവി കാലഘട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രാസംഗികനായിരുന്നു അബുൽ അസ്വദ് ദുഉലി. മാത്രമല്ല ഒരു ഗ്രാമാറ്റിസ്റ്റ് കൂടിയാണ്, നഹ്വിയാണ്. ഹാരിസ് ബിൻ ഹില്ലിസ അദ്ദേഹം അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ പെട്ട ഒരു വ്യക്തിയാണ്, ജാഹിലി കവിയാണ്. തുറഫ ജാഹിലി കവിയാണ്, അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ പെട്ട വ്യക്തിയാണ്. അന്തറബിന്റെ ഷദ്ദാദ് അസ്ഹാബുൽ മുഅല്ലഖയാണ്. ഓക്കെ. ഇനി മുഅല്ലഖ കവികളിൽപ്പെട്ട ഒരു ചോളി ഈ ഇഖ്തർ അൽ അസ്ഹ് മിനൽ മജ്മുഅത്തിൽ ആദ്യം വരില്ലേ ഏറ്റവും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാന് ചില ക്വസ്റ്റ്യൻസ്? അപ്പൊ ഈ ഓപ്ഷൻസില് അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻസിൽ ഒന്ന് മാത്രമേ ശരി ഉണ്ടാവുള്ളൂ? അതെ, എല്ലാം ശരിയാവൂല. അല്ല, രണ്ടെണ്ണമൊക്കെ ശരിയായിട്ടുള്ള വരൂല? നമുക്കൊരു ഡൗട്ട് ഉണ്ടാവൂല? ചില ക്വസ്റ്റ്യൻ അങ്ങനെ വരാറുണ്ട്. അതാ ചോദിച്ചത്. ചില മറുപടി ഉണ്ട്, അതിനൊരു മറുപടി ഉണ്ട്. എന്ന് പറയുമ്പോ ആ പരീക്ഷ 8 ആൾക്ക് ശരിയായിട്ട് തോന്നിയത് ഏതാണോ എന്നുള്ളതാണ് ഉത്തരം. ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ പരീക്ഷ 8 ആൾക്ക് ഏതാണോ ശരിയായത് അതാണ് അയാൾ ഉദ്ദേശിച്ചത്. ഞാൻ അതുകൊണ്ടാ ചോദിച്ചത്. ഒന്നുമില്ല. ഓക്കെ. ഇല്ല കൊല്ലല്ല. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞത്. ഞാൻ ഇത്രയും ദിവസം പഠിപ്പിച്ചിരുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇസ്തിഖറായി ഇസ്തിദ്ലാലെ വിഷയം ഉണ്ടല്ലോ, നേരിട്ട വിഷയം. അത് ആക്ച്വലി മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത് 2026 വരെ 25 വരെയുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത് എന്താണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത് വേറൊരു രൂപമാണ്. എന്നാല് ഇപ്പൊ ചോദിക്കുന്നത് വേറൊരു രൂപമാണ്. മനസ്സിലായോ? ഓക്കെ. ഇംറുൽ ഖൈസ് ഷാഇറുൻ ജാഹിലിയൻ മഷ്ഹൂർ. മഫ്ഹൂം ബിൽ ജാഹിലി, ജാഹിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാറേ, മാബു ദഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവർണ ലിപിയാണോ? അത് അങ്ങനെയാണ് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. സത്യത്തിൽ സ്വർണത്തിനാലുള്ള മഷീന്നോ അങ്ങനെയൊക്കെ പറയലുണ്ട്. ഈ മഷി തന്നെയാണല്ലോ, മഷി വെച്ചിട്ടാണല്ലോ പേന നമ്മൾ പറയാം. ഓക്കെ. ആഷഫി അസ്രി മാ ഖബലൽ ഇസ്ലാം എന്നുള്ളതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ മുമ്പ് ജീവിച്ചിട്ടുള്ളവരെന്നുള്ള അർത്ഥത്തിലാണ്. മൻ യുഅറഫു ബി അമീർ ഷുഅറാഉ ഫിൽ അസ്ൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലെ അറബിക് കവിതയിൽ ആരാണ് അറിയപ്പെടുന്നത്?
യെസ്, ഏതാണ്? ഇംറുൽ കൈസ് ആണ് കേട്ടോ. ഒരു മിനിറ്റ്. യെസ്, നമുക്ക് നോക്കാം. ഇംറുൽ കൈസ് എന്നുള്ളതാണ്. മൻഹുവ മലിക്കുൽ വലീൽ. മലിക്കുൽ വലീൽ ആരാണ്? ലബീദ് ബിൻ റബിയ, അംറു ബിൻ കുലുസും, തൊറഫത്ത് ബിൻ ലബദ്, ഇംറുൽ കൈസ്. ഏതാണ്? ഇംറുൽ കൈസ് എന്നുള്ളതാണ്. അൽ യോമു ഹംറൻ വഗദൻ അംറൻ. ഇനി ഇന്ന് കള്ളിന്റെ ദിവസം, നാളെ കാര്യത്തിന്റെ ദിവസം. ഇത് എന്താണ്? ഇതാരാണ്? ഇതാര് പറഞ്ഞതാണ്? യെസ്, ആര് പറഞ്ഞതാണ്? ഇംറുൽ കൈസ് പറഞ്ഞ കാര്യമാണ്. അറിയായിരിക്കുമല്ലോ, കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് സംഭവം എന്നൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലെ? യെസ്. ഇത് ആരുടെ വരികളാണെന്നുള്ളതല്ല, ഇത് ഏത് ബഹറിലുള്ളതാണെന്നാണ് ചോദ്യം. യെസ്, നമുക്ക് ഉത്തരം നോക്കാം. നമുക്ക് നോക്കാം. തൊവീല് ബഹറിൽ വരാണ്. തൊവീല് ബഹറിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിഫാ നബിക്ക് മിൻ ദിക്റ ഹബീബി വ മൻസിലി. അതായത് ഇംറുൽ കൈസ് തന്റെ കൂട്ടുകാരനോട് നോക്കിയിട്ട് പറയാണ്, നമുക്ക് രണ്ടുപേർക്ക് കൂടെ വന്നിട്ട് എന്ത് ചെയ്യാം? എന്റെ കാമുകയെ പറ്റി ഓർത്തുകൊണ്ട് നമുക്ക് കരയാം. അപ്പൊ മൻസിലി, അവരുടെ വീടിനെ പറ്റിയിട്ടും കരയാം. ഹൗമലിനും ദഹൂനും ഇടയിലുള്ള സിക്കത്തില്ലിവയിൽ താമസിക്കുന്ന അവരെ പറ്റി പറഞ്ഞ് കരയാം എന്നുള്ളതാണ്. മിക്കിരിൻ മുഫിരിൻ മുക്കബിരിൻ മുദബിരിൻ മാങ്ക ജൽമൂദ് സഹറിൻ ഹത്തഫ്സീൽ മിൻ അള്ളി എന്നുള്ളതാണ്. ഇത് ആരുടെ വരികളാണ്? ഏതാണ്? ഇംറുൽ കൈസാണ്. ഓക്കെ, അതായത് അതറിയായിരിക്കും എന്ന് വിചാരിക്കാണ്. ഇത് ആരുടെ വരികളാണ്? രാത്രി എന്ന് പറയുന്നത് എന്താണ്? കമൗജിൽ ബഹർ, തിരമാലകളെ പോലെയാണ്. അർഹാസദൂരിഹി, അതിന്റെ മൂടുപടം അണിയുന്ന സമയത്ത് എന്നെ പരീക്ഷിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ അതിന്മേൽ അലിഞ്ഞില്ലാതാകും എന്നുള്ളതാണ്. അതായത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ
കരഞ്ഞാൻ വേണ്ടി മുപ്പര് മാറ്റി വെക്കും എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ആരാണ്? ഇംറുൽ ഖൈസ് എന്നുള്ളതാണ് ഉത്തരം. അയ്യ ബഹരിൻ മുഅല്ലഖത്തു ഇംറുൽ ഖൈസ്, മുഅല്ലഖയുടെ ഇത് ഏത് ബഹറിലാണ്? കണ്ടോ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്തവണ വീണ്ടും വന്നു, അത്രേ ഉള്ളൂ. ഏതാണ്? തൊവീല ബഹറിലാണ്, തൊവീല ബഹറിലാണ്. അയിന തഖഅൽ അമാകിനുൽ മദ്കൂറ ഫി മുഅല്ലഖത്തി ഇംറുൽ ഖൈസ് മിസ്ല തിക്കത്തിൽ ഇവ ദഖൂല ഹൗമൽ. സിറിയയിലാണ് കേട്ടോ. സിക്തലിവ, ദഹൂല, ഹൗമൽ എന്നുള്ള സ്ഥലങ്ങളൊക്കെ സിറിയയിലാണ്. അല അയ്യുഹല്ലൈലു തവീലുൽ അലൻജലി ബിസ്ബഹി വമൽ ഇസ്ബാഹി മിൻകാ ബി അംസലി. ഇത് ആരുടെ വരികളാണ്? സുവൈർ, ഹസ്സാൻ ബിൻ സാബിത്, കഅബ് ബിൻ സുവൈർ, ഇംറുൽ ഖൈസ്. ഏതാണ്? ഇംറുൽ ഖൈസിന്റെയാണ്. അല അയ്യുഹല്ലൈലു തവീലുൽ അലൻജലി ബിസ്ബഹിൻ വമൽ ഇസ്ബാഹി മിൻകാ ബി അംസലി. ഓ, അതായത് ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുപ്പരുടെ കാമുകിയായ ഉനൈസയുടെ എന്താണ് പ്രണയ നഷ്ടത്തിലൊക്കെ പാടിയ കവിതയാണ്. അതിനകത്ത് മുപ്പര് പറയുന്നുണ്ട്, രാത്രി എന്ന് പറയുന്നത് എന്താണ്, തിരമാലകളെ പോലെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ രാത്രിയോട് പറയുന്നുണ്ട്, അല അയ്യുഹല്ലൈലു തവീൽ, ഓ നീളമുള്ള രാത്രിയെ, അലഞ്ജലി നീ എനിക്കായിട്ട് മാറിത്തരുമോ, എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെയല്ല, നിങ്ങൾ മാറല്ലേന്ന, അലഞ്ജലി നീ മാറിയേക്കല്ലേ, ബിസുബഹിൻ സുബഹ് അതായത് പ്രഭാതത്തെ കൊണ്ട് നീ എന്ത് ചെയ്യരുത്, ഓ രാത്രിയെ നീ നീങ്ങി പോകരുത്, വമൽ ഇസ്ബാഹ് ബിൻക ബി അംസലി, എന്ത് ചെയ്യാ, ആ സുബഹ് എന്ന് ഉദാഹരണത്തെ പോലെ, അതായത് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാത്രി കാലങ്ങൾ കവി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ രാത്രി മൂപ്പർക്ക് എന്താണ് കരയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ്. ഇനി പ്രഭാതമായി കഴിഞ്ഞാൽ മൂപ്പർക്ക് കരയാൻ പറ്റൂല, കാരണം മൂപ്പർ ഏറ്റവും വലിയ ധീരനായ ഒരു വ്യക്തിയാണ്. പറഞ്ഞതിനർത്ഥം മനസ്സിലായി. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, എന്താണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരുപാട് വിഷമിക്കും, പക്ഷെ പുറത്തു വന്നു കഴിഞ്ഞാൽ ആള് ഭയങ്കര പുലിയുമായിരിക്കും. മനസ്സിലായോ? അതാണ് മൂപ്പർ ഈ കവിതയിലൂടെ ഉദ്ദേശിച്ചത്. ജാഹിലി കാലഘട്ടത്തിലെ ഹിക്മത്ത് തത്വജ്ഞാനിയായ കവി ആരാണ്? സുഹൈർ ബിൻ അബി സലമ, ഇംറുൽ ഖൈസ്, ലബീദ്, തുറഫത്ത് ബിൻ ആബിദ്. ആരാണ്? സുഹൈർ ബിൻ അബി സലമയാണ് അല്ലെ? സുഹൈർ ബിൻ അബി സലമയുടെ കവിതകളൊക്കെ കുറെ പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. സുഹൈർ ബിൻ അബി സലമ, അബി സലമയുടെ ചില കവിതകളെ നമ്മൾ വിളിക്കുന്നത് മുദഹബാത്ത് എന്നാണ്, മുത്തവ്വലാത്ത് എന്നാണ്, ഹൗലിയാത്ത് എന്നാണ്, മുഖത്തഅത്ത് എന്നാണ്. നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. യെസ്, 83 പേരില്ലേ? ഹൗലിയാത്ത് കവിതകൾ എന്നാണ്. എന്താണ് ഈ ഹൗലിയാത്ത് കവിതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒന്ന് പറയോ, ഹൗലിയാത്ത് കവിതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 3 മാസം കവിത രചിക്കാനും 3 മാസം അതിലുള്ള തിരുത്തുകൾ കഴിഞ്ഞിട്ട് അടുത്ത 3 മാസത്തിലാണ് അത് 4 മാസം 4 മാസം 4 മാസം അതാണ്. ഏത് 4 മാസം എന്ന് പറയുന്നത് 30 കവിത രചിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അടുത്ത 4 മാസം എന്ന് പറയുന്നത് കവിതയിലുള്ള സ്വന്തമായിട്ട് എന്ത് മിസ്റ്റേക്കുകൾ കണ്ടെത്തും. അടുത്തൊരു 4 മാസം എന്ന് പറയുന്നത്
പ്രഗത്ഭരായിട്ടുള്ള കവികളുടെ അടുക്കലേക്ക് പോയിട്ട് തന്റെ കവിതയെ അവതരിപ്പിക്കും. ഒരു വർഷം പൂർത്തിയാകുന്ന ഒരു വട്ടം പൂർത്തിയാകുമ്പോഴത്തേക്ക് മുപ്പരെന്തേയും കവിതയെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഇതേ രൂപത്തിലായിരുന്നു പിൽക്കാലത്തുണ്ടായിരുന്ന ഹുത്തയായിരുന്നാലും ഒക്കെ ഉണ്ടായിരുന്നത്. ഹുത്തയും ഇതേപോലെ ഒരു ഹൗലിയാത്ത് കവിയായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മുദഹബാത്ത് കവി അവരൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ ഹൗലിയാത്ത് എന്ന് പറയലില്ല, എന്താണ് കവിതയെ സ്വാംശീകരിച്ചെടുക്കുന്ന കവികൾ എന്ന് പറയാറുണ്ട്. സുഹൈർ ബിൻ അബി സലമ ഹുവ ഷാഇറുൽ ഹൗലിയാത്ത്, ഹൗലിയാത്ത് കവികൾ എന്ന് പറയുന്നുണ്ട്. ബിസബബി ലാ യൻഷിദു ഫന്നാസി അശ്ആരിഹി ഇല്ലാ ബഅദ ഹൗലിൻ കമ, ഒരു ഹൗല് പൂർത്തിയാവാതെ മുപ്പര് കവിത പാടില്ലായിരുന്നു. അഷ്ഹാറു ഖൗല അലി ഖലിയൽ ഇജ്തിമായി, സാമൂഹിക പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന കവിതകളായിരുന്നു. ഹാവല യംദഹൽ മുലൂകി ഖബ്ബറ അലി, കവിതകളിലൂടെ രാജാക്കന്മാരെ മദ്ഹ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ബി ഖർദി അശ്ആരിഹി ബി മുദ്ദ ഹൗല കാമിൽ, ഒരു വർഷം കൊണ്ടാണ് മൂപ്പർ കവിത രചിക്കുന്നതെന്നാണ്. രചിക്കുന്നത് ഒരു വർഷം കൊണ്ടെന്നാണ് ചോദ്യം. അവിടെ ഓപ്ഷൻ എയും ഡിയും തമ്മിൽ സംശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിരുന്ന എന്താണ്, മൂപ്പർ ഒരു വർഷം കൂടുമ്പോഴല്ലാതെ മൂപ്പർ കവിത മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയൊരു ചോദ്യമാണ്, ഇനി ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഫലാ തഖ്തമന്നല്ലാഹ മാ ഫീ നുഫൂസിക്കും ലിഖഫിയ വമഹമായ കിതല്ലാഹി യഅലമി. ഫലാ തഖ്തമന്നല്ലാഹ മാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, മറച്ചു പിടിക്കേണ്ടതില്ല. ലിയഖ്ഫി, നിങ്ങൾ എങ്ങാനും മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ മഹുമായക്കത്തമില്ലാഹി അലമി, അള്ളാഹു അറിയാത്തതായിട്ട് ഒന്നുമില്ല, അതൊക്കെ അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. നമ്മൾ കുറെ തെറ്റ് ചെയ്തിട്ടെ നിങ്ങള് മറച്ചു വെക്കാനൊന്നും ശ്രമിക്കണ്ട, ഒക്കെ എന്ത് ചെയ്യും, അതിങ്ങനെ റബ്ബ് കാണുന്നുണ്ട് എന്ന് പറയാം. എന്നാലോചിച്ച് നോക്ക്, ജാഹിലി കാലഘട്ടത്തിലെ ജാഹിലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മുപ്പര് പോലും പടച്ചോനെ പേടിച്ചിരുന്നു. നമ്മളാ വലിയൊരു ചോദ്യചിഹ്നമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അമീൻ. അപ്പോ സുഹൈർ ബിൻ അബി സലമയുടെ വരികളാണ് ഫലാ തഖ്തമന്നല്ലാഹ മാ ഫീ നുഫൂസിക്കും എന്നുള്ളത്. ഇനി മറ്റൊരു കവിതയാണ് ലിസാനുൽ ഫത്താ നിസ്ഫുൻ വനിസ്ഫു ഫുആദുഹു, ഒരു യുവാവിന്റെ നാവ് എന്ന് പറയുന്നത് ഒരു പകുതിയാണ്. വനിസ്ഫു ഫുആദുഹു, മറ്റൊരു പകുതി എന്ന് പറയുന്നത് അവന്റെ ഹൃദയമാണ്. ഫലം യബ്ക ഇല്ലാ സൂറത്തൻ, ഇനി അവന്റെ നാവിൽ നിന്നും അവന്റെ ഹൃദയത്തിൽ നിന്നും മറ്റൊന്നും ബാക്കിയാവുകയില്ല. ഇല്ലാ സൂറത്തൻ, ഒരു ചിത്രമല്ലാതെ. അല്ലഹ്മു വദ്ദം, എന്താണ് രക്തവും മാംസകഷ്ണങ്ങളും അല്ലാതെ മറ്റൊന്നും അവന്റെ ഹൃദയത്തിൽ നിന്നും അവന്റെ നാവിൽ നിന്നും ബാക്കിയാവുകയില്ല എന്ന് പറയാണ്. ഇത് സുഹൈർ ബിൻ അബി സലമയുടെ വരികളാണ്. അദ്ദേഹത്തിന്റെ മറ്റു ചില വരികളാണ് സഇമതു തകാലിഫുൽ ഹയാത്തി വമൻ യഇശ് 80 ഹൗലൻ ലാ അബാലക യസ്അമി. എന്താണ് സഇമതു തകാലിഫുൽ ഹയാത്ത്, ജീവിതത്തിന്റെ പ്രയാസങ്ങളാൽ ഞാൻ വിഷമിക്കപ്പെട്ടു. വമൻ യഇശ് 80 ഹൗലൻ, ആരാണ് 80 വർഷക്കാലത്തോളം ജീവിക്കുന്നത്. ലാ അബാലക യസ്അമി, ഈ പ്രയാസത്തിൽ നിന്നും എനിക്ക് ഒരു ശമനമില്ലയോ എന്ന് മുപ്പര് ചോദിക്കുന്നുണ്ട്. അതിന്റെ മുഅല്ലഖ തുടങ്ങുന്നത് അമിന്നും ഔഫാദി മിന്നതൻ ലം തകല്ലമി ബിഹൗമാനതി ദർറാജി ഫൽ മുതസല്ലിമി എന്നുള്ളത് കൊണ്ടാണ്. ഹൽ ഗാദറ അശ്ശുഅറാഉ മിൻ മുതറദ്ദമി അം ഹൽ അറഫതി ദാറ ബഅദ തവഹ്മി. ഇത് ആരുടെ വരികളാണ് എന്നല്ല, ഏത് ബഹറിലാണെന്നുള്ളതാണ്. തൊവീലിലുള്ളതാണോ, ബസീത്തിലെയാണോ, കാമിലിലെയാണോ, റംലിലെയാണോ? طويل من الكيس أنيذة لاميا طويل زهير أوفى بميميا وكميل عن ترتب عبلتي മീമിയാ അല്ലെ? അപ്പോ അന്തറയാണ് കവിത അല്ലേ ഹൽവാദറശ്വറ. അത് ഏത് ബഹറില? വക്കമീലു അൻ തർതിബി അബ്ലതി മീമിയാ, വക്കമീലു അല്ലെ കാമില് ബഹറിലാണ്. അലാ ഹുബ്ബി ബിസിഹ്നിക ഫസ്ബഹീന വലാ തുബ്കി ഹുമൂരിൽ അന്തരീന. ഇത് അന്തരീയൻ കണ്ണുകളെ പറ്റിയിട്ട് അല്ലാതെ മുപ്പര് വേറൊരു കള്ളും കുടിക്കൂല എന്ന് പറയാണ്. മുപ്പര് ഓർഡർഡ് ആണ്. ഈ നൂനിയായ കവിതകളൊക്കെ ആരുടെയെന്ന് കണ്ടെത്തിയാൽ മതി. ആരുടെയാണ്? അംറുബിന് കുലുസുമിന്റെയാണ് കേട്ടോ. അംറുബിന് കുലുസുമിന്റെ മുഅല്ലഖയുടെ തുടക്കമാണ് അലാ ഹിബ്ബി ബിസഹ്നിക ഫസ്ബഹീന വലാ തുബ്കി ഹുമൂരിൽ അന്തരീന. മുഅല്ലഖയുടെ തുടക്കമല്ല, മുഅല്ലഖിൽ വളരെ പ്രശസ്തമായിട്ടുള്ള വരികളാണ്. മറ്റൊരു വരിയാണ് ഇദാ ബലഅൽ ഫിതാമു ലനാ സബിയൻ തഖിറ ലഹുൽ ജബാബിറ സാജിദീന. ജബാബിറ സാജിദീന, ഇത് എന്തിലെ വിഷയമാണ്? ഇതാരുടെ വരികളാണെന്ന് അറിയോ?
ഇദാ ബലഅൽ ഫിത്താമു ലനാ സബിയൻ തഖറ ലഹുൽ ജബ്ബാബിറ സാജിദീന. അറിയോ? ആ അംറുബിന് കുലുസൂമിന്റെ ആണ്. മൂപ്പരുടെ ബഹർ എന്ന് പറഞ്ഞ വാഫിറാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫഖറിലുള്ള അദ്ദേഹം മൂപ്പരുടെ കബീലയെ പറ്റി പറയാണ്. ഇദാ ബലഗൽ ഫിത്താമു ലനാ സബിയുൻ തഖിർ ലഹുൽ ജബാബിർ സാജിദീന. എന്താണ്? ഇദാ ബലഅൽ ഫിത്താമു ലനാ സബിയൻ, നമ്മളെ ഈ മുല കുടിക്കുന്ന കുട്ടികൾ, ഫിത്താം എന്ന് പറയും, ഈ മുല കുടിക്കുന്ന കുട്ടികൾ കൊച്ചു കുട്ടികളായി കഴിഞ്ഞാൽ, അതായത് കുറച്ച് നമ്മൾ എന്താണ് നടക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, ലഹുൽ ജബ്ബാബിറ സാജിദീന, അവിടെയുള്ള ജബ്ബാരിങ്ങളായിട്ടുള്ള, ജബ്ബാർ എന്ന് വെച്ചാൽ വളരെ വലിയ കഠിനരായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ കൊച്ചു കുട്ടിയുടെ അടുത്തിൽ വന്ന് സുജൂദ് ചെയ്യുന്നവളാണ്. അവരുടെ കബീലയുടെ ഫഖർ പറയാണ്. ഓക്കെ, സെറ്റായില്ലേ? തെറ്റായോ? അല്ലാ അല്ലാ കുല്ലി ഷൈഇൻ മാ ഖലല്ലാഹു ബാതില വകുല്ല നഈമിൻ ലാ മഹാല തസാഇലി. ഇതാരുടെ വരികളാണ്? ലബീദ് ബിൻ റബിയയുടെ വരികളാണ് കേട്ടോ. ലബീദ് ബിൻ റബിയയുടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ലബീദ് ബിൻ റബിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വരിയുണ്ട്. ഇസ്ലാമിയിലേക്ക് എത്തിയിട്ടുള്ള ഒരേ ഒരു കവിയാണ് ഇദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഒരേ ഒരു കവിത മാത്രം ഇസ്ലാമിന് ശേഷം പാടിയിട്ടുള്ളത്. ഏത് കവിതയാണെന്നറിയോ? അൽഹംദുലില്ലാഹില്ലദി ഇദ് ലം യഅ്തനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. അല്ലേ? ഓക്കേ, അത് ഓർത്തിരിക്കട്ടെ. ഇഷ്തഹറത്ത് ബഅദൽ ഖസായിദ് നാബിയത്ത് ദുബിയാനി ബിഇസ്മി, എന്ത് പേരിലാണ് നാബിയത്ത് ദുബിയാനിയുടെ ചില കവിതകൾ അറിയപ്പെട്ടിരുന്നത്? വസാനിയാത്ത് എന്ന പേരിലാണോ, ഷഹിരിയാത്ത് എന്ന പേരിലാണോ, ഹൗലിയാത്ത് എന്ന പേരിലാണോ, സ്ഫോയിയാത്ത് എന്നുള്ളതാണ്? നാബിയത്ത് ദുബിയാനിയുടെ കവിതകളൊക്കെ അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? വസാനിയാത്ത് എന്ന പേരിലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റു ചില കവിതകളാണ് ഇഅ്തിദാരിയാത്ത് എന്ന് പറയുന്നുണ്ട്. ഇഅ്തിദാരിയാത്ത് ഉസ്മാൻ ബിൻ മുൻദറിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കവിതകൾ ഇഅ്തിദാരിയാത്ത് കവിതകൾ എന്ന് പറയാം. ഉസ്മാൻ രാജാക്കന്മാരെ മദദ് ചെയ്തുകൊണ്ടാണ് ഉസ്മാനിയാത്ത് കവിതകൾ രചിച്ചത്. അതുപോലെ അദ്ദേഹത്തിന് മറ്റൊരു കവിതാ സമാഹാരങ്ങളുണ്ട്, സിയാസിയാത്ത് എന്ന് പറയലുണ്ട്. സിയാസിയാത്ത് കവിതകൾ എന്ന് പറയലുണ്ട്. അശ്ശാഇറുൽ ഹളരി, പച്ചപ്പിന്റെ കവി അല്ലെങ്കിൽ നാഗരികതയുടെ കവി എന്നൊക്കെ പറയും. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാലേ, ഇവരൊക്കെ ഈ പണ്ട് ബദവികളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഹലറിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ ഗ്രാമീണ ജീവൻ ജീവിച്ചിട്ടുള്ളവർ, കുറച്ച് പട്ടണത്തിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ നാബിത്ത് ദുബിയാനി എന്ന് പറയുന്നത് എന്താണ്? ഒരു പട്ടണക്കാരനായിട്ടുള്ള, അതായത് അവിടുത്തെ ചെറിയ ചെറിയ പട്ടണങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു ഈ പറയുന്ന നാബിത്ത് ദുബിയാനി. മൈമൂൻ ബിൻ ഖൈസ് അസ്ലി ലിഹാദ ഷായർ, മൈമൂൻ ബിൻ ഖൈസ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അത് ആരാണ് ഈ കവി? യെസ്, ആയിഷയാണ്. ആയിഷ എന്ന് വിളിക്കാൻ കാരണം എന്താ? മൈമൂൻ ബിൻ ഖൈസിനെ മൂപ്പരുടെ എന്താണ് കാഴ്ചയിലെ കൊണ്ടാണ്, അഥവാ ദുർബലത കൊണ്ടാണ്. കാഴ്ച കുറവുള്ള വ്യക്തിയാണ് ഈ ആയിഷ. ഓക്കെ, സെറ്റ്. അശ്ശാഇറുൽ ജാഹിലില്ലദി അസ്ലമ, മുസ്ലിം ആയിട്ടുള്ള ഒരു കവി. അഖ്തല്, അബ്ദുള്ള നക്കിരി, മുസ്തഗ്ഹിർ, സുഹൈർ ബിൻ അബി സലമ. മുസ്തഗ്ഹിർ ആയിരുന്നു എന്നുള്ള. من الشعراء الجاهليين مثل الحياة الاقتصادية والثار ولا طبقات القبيلة.
ഒരു ജാഹിലി കാലഘട്ടത്തിലുള്ള ഒരു കൂട്ടം കവികളിൽപ്പെട്ടവരാണ്. അവർ ഒരു സാമൂഹിക ചുറ്റുപാടിനെ പ്രതിനിധീകരിച്ചിരുന്നു. മാത്രമല്ല അവരുടെ സാമൂഹിക തുബക്കത്തുകൾക്കെതിരെയൊക്കെ അവർ എന്ത് ചെയ്തു? കലാപകാരികളായിരുന്നു. ഇതാരാണ്? യെസ്, സുആലിക്ക് കവികളായിരുന്നു. ശുഅറാഉ സുആലിക്കാണ് കൂട്ടർ. തഅബ്ബത്തു ശർറ മിന ശുഅറാഇ സുആലിക്ക് ഫിൽ അസ്റിൽ ജാഹിലിയ്യ വൽ ഇസ്ലാമി വൽ അമവി വൽ അബ്ബാസി. ചിലപ്പോ ചോദിക്കാം ശുഅറാഉ സുആലിക്കുകള് ഏത് കാലഘട്ടത്തിലുള്ള കവികളാണെന്ന് ചോദിക്കാം. അതാണ് ഉദ്ദേശിച്ചത്. യെസ്, ജാഹിലി കവിയിൽപ്പെട്ട ഒരാളാണ് തഅബ്ബത്തു ശർറ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 3 കവികൾ തഅബ്ബത്തു ശർറ, ഷൻഫറ, ഉറുവത്ത് ബിൻ വർദ് ഇങ്ങനെയുള്ള 3 പേരാണ്. അൽ ഹികമു വൽ അംസാൽ മിൻ നളമിൽ ജദീദ്, അൻ-നസ്റുൽ ജദീദ്, അൻ-നസ്റുൽ ഖദീം, അൻ-നളമുൽ ഖദീം. ഉദാഹരണങ്ങളും ഹിക്കമുകളും തത്വങ്ങളും എന്ന് പറയുന്നത് പ്രാചീന ഗദ്യ സാഹിത്യങ്ങൾപ്പെട്ടതാണ്. നസ്റുൽ ജദീദ് അല്ല, നസ്റുൽ ഖദീം ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായി വരിക. പ്രാചീന ഗദ്യ സാഹിത്യങ്ങൾ പെടുന്നതാണ് എന്ത്? ഹിക്കമു വൽ അംസാൽ എന്ന് പറയാം കേട്ടോ. ഓപ്ഷൻ ബി അല്ല, സി ആണ്. കൗലിൻ മൂജിസിൻ വലിയ വളരെ ഷോർട്ടായിട്ടുള്ള എന്താണ്, വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. അതിന്റെ അകത്ത് സംഭവങ്ങളെയോ അല്ലെങ്കിൽ കഥകളെയോ അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട സാദൃശ്യമുള്ള കാര്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? ഉപമ പറയലുണ്ട്. അങ്ങനെയുള്ള വളരെ ഷോർട്ടബിൾ ആയിട്ടുള്ള പദങ്ങൾ ഏതാണ്? ഏതാണ്? അംസാൽ, ഉദാഹരണങ്ങളായിരുന്നു എന്നുള്ളതാണ്. അവ്വലു മൻ ഖാമ അമ്മാ ബഅദ് ഫിൽ ഖുത്ബ. ഖുത്ബയിൽ ആദ്യമായി അമ്മാ ബഅദ് പറഞ്ഞ വ്യക്തി ആരാണ്? ഉസ് ബിൻ സഅദ, അൽ ഖത്തീബ് അൽ ബഅദാദി, അംർ ബിൻ മഅദി യക്രിബ്, താരിഖ് ബിൻ സിയാദ്. ഈ ബഗ്ദാദിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ഒരു പ്രാസംഗികനും ഒരു എഴുത്തുകാരനാണ് ഖത്തീബ് അൽ ബഗ്ദാദി. അബ്ബാസി സാഹിത്യകാരനാണ്. ഇവിടെ ആദ്യമായിട്ട് ഖുത്ബയിൽ പ്രസംഗിച്ചത് എന്താണ്? അമ്മാ ബഅദ് പറഞ്ഞത് ആരാണ്? അത് ഖുസ് ബിൻ സഅദത്ത് അൽ ഇയാദിയാണ്. ഓക്കെ, മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് മറ്റ് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അഷ്ഹറു നുക്കാദ് ഫിൽ അസ്ർ ജാഹിലി. ജാഹിലി കാലഘട്ടത്തിലെ പ്രശസ്തനായ നിരൂപകനാരാണ്? യെസ്, വേഗം ആൻസർ ചെയ്യാനേ. നമുക്കിനി വളരെ വേഗം നമുക്കിനി പറഞ്ഞു പോകാം. കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകളാണ്. നാബിയത്ത് ദുബിയാനെയാണ് പ്രശസ്തനായ നിരൂപകൻ എന്ന് പറയുന്നത്. ബുദിഉ മലക് വ ഖത്തിമ ബി മലക്. കവിത തുടങ്ങുന്നത് ഒരു രാജാവിനെ കൊണ്ടാണ്, കവിത അവസാനിക്കുന്നത് മറ്റൊരു രാജാവിനെ കൊണ്ടാണ്. ആരാണ് ഈ 2 രാജാക്കന്മാർ? അതിൽ ആദ്യത്തെ രാജാവ് ആരാണ്? 2 രാജാക്കന്മാരുണ്ട്. അതിൽ ആദ്യത്തെ രാജാവ് ആരാണ്? യെസ്, ഇംറുൽ ഖൈസ്. മറ്റൊരാൾ ആരാണ്? ഇവിടെ തന്നെ ഉണ്ട് ഉത്തരം. അബൂ ഫറാസുൽ ഹമദാനിയാണ് കേട്ടോ. അബൂ ഫറാസുൽ ഹമദാനിയാണ്, അബ്ബാസി കവിയാണ് അബൂ ഫറാസുൽ ഹമദാനി. ദബഹ ഇംറുൽ ഖൈസ് നാഖതഹു ലിഇർളാഇ ഹബീബതിഹി. അതായത് ഇംറുൽ ഖൈസ് തന്റെ നാക്കത്തിനെ, തന്റെ ഒട്ടകത്തെ അറുത്തത് തന്റെ കാമുകിയെ തൃപ്തിപ്പെടുത്താനായിരുന്നു. ആരാണ് ഈ കാമുകി? യെസ്, ഉനൈസയാണ്. നമ്മൾ പറഞ്ഞതാണിത്. ലൈസ മിൻ അൽകാബി ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസിന്റെ ലഖബുകൾ പെടാത്തത് ഗുലാമുല്ലാഹി, അമീറു തുരീദ്, ഷാബു ശരീദ്, മലിക്കുൽ വലീദ്. ഏതാണ്? ഷാബു ഷരീദ് എന്ന് പറയുന്ന മുക്കളുടെ പെട്ടതല്ല. ഗുലാമുല്ലാഹി ഉണ്ട്, അമീർ തുരീദ് ഉണ്ട്, മലിക്കുൽ ഒലീലൊക്കെ ഉണ്ട്. ജാഹിലി കാലഘട്ടത്തിലെ വാപ്പ എന്ന് പറയലുണ്ട്.
അറബി ജമീഅഹു, അല്ല അറബി കവിതയുടെ മൊത്തം പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അറബി ജാഹിലി കവിത എന്ന് പറയുന്നുണ്ട്, അല്ല അറബി കവിതയുടെ മുഴുവനുമായിട്ടുള്ള പിതാവ് എന്ന് മൂപ്പരെ എണ്ണപ്പെടുന്നുണ്ട്. ഇത് ആരാണ് ഈ ആള്? ഇംറുൽ ഖൈസാണ്. ദാറത്തുൽ ജിൽ എന്ന് വെച്ചാൽ എന്ത്? തർഅത്തുൽ മാ, വെള്ളക്കെട്ടാണോ? മക്കാന തജ്തമഉ ഫീഹി കിബാർ ശഖ്സിയാത്തുൽ ഖബീലക ഇൻദ ലിതശാവർ, എന്താണ് ഈ സംസാരിക്കാനും ഒത്തുകൂടാനും വേണ്ടിയിട്ട് എന്താണ് കിന്ദ ഗോത്രത്തിൽപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഉൾക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണോ? ഇസ്മു ഫുലാത്തൻ താഹു ഇംറുൽ ഖൈസ് ത്വരീഖത്തുൻ ഫി സഫരി, അതായത് ഇംറുൽ ഖൈസ് കണ്ട ഒരു വ്യക്തിയാണ്. അതായത് അദ്ദേഹം ഒരു യാത്ര പോകുന്നുണ്ടല്ലോ കോൺസ്റ്റന്റിനോപ്പിലേക്ക്, അതിന്റെ സമയത്ത് മൂപ്പര് കണ്ട ഒരു വ്യക്തിയാണോ? ഇംറുൽ ഖൈസിന്റെ കാമുകിയുടെ പേരാണോ? ഈ മനസ്സിലാക്കാനുള്ളത് ദാറത്ത് ജുൽജിൽ എന്ന് പറയുന്നത് ഒരു തർഅത്തുമ ആണ്. തർഅത്തുമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെള്ളക്കെട്ടാണോ? യെസ്, വെള്ളക്കെട്ടാണ്. അതായത് ഈ ഇംറുൽ ഖൈസിന്റെ കാമുകയെ കാണുന്നത് വെള്ളക്കെട്ട്, അദ്ദേഹം ഒരു കുളിക്കടവിൽ വെച്ചിട്ടാണ്, കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുപ്പർ ഇംറുൽ ഖൈസിന്റെ കാമുകയെ കാണുന്നു, നൈസയെ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി മറ്റൊരു ദാറുണ്ട്, സാധനം നമുക്ക് പഠിക്കുന്ന ഒരു ദാറുണ്ട്, അത് ദാറു നദുവ എന്ന് പറയും. അതിന്റെ അകത്ത് കുറൈശികൾ സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ചിരുന്ന ഒരു സ്ഥലമാണ് ദാറു നദുവ എന്ന് പറയും. മക്കാന ഇജ്തിമഉ ഫീഹി കിബാർ ശഖ്സിയാത്ത് ഖുറൈശ് ലിതശാവർ എന്ന് പറഞ്ഞാൽ ദാറു നദുവയാണ്. ഏതാണ്? ദാറു നദുവയാണ്. മനസ്സിലായോ? خرج الشاب من كنف أبيه فالتف حوله زمرة من الشداد راهو ينتقلون معه مما إلى ما. അതായത് ഈ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് മൂപ്പര് പുറത്തു വരികയും മൂപ്പർ എന്ത് ചെയ്തു? ഒരുപാട് കവികളുടെ അടുക്കലേക്ക് എന്ത് ചെയ്തു? എത്തി. എന്നിട്ട് അവരുടെ അടുക്കൽ നിന്നും ഒരു വെള്ളക്കടയിൽ നിന്നും മറ്റൊരു വെള്ളക്കട, അതായത് പല അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മൂപ്പരെ മലിക്കുത്തൊരി എന്നൊക്കെ അമീറുത്തൊരി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്, ഗുലാമുല്ലാഹി എന്നൊക്കെ പറയാനുള്ളത്. ആരാണ്? ഇംറുൽ ഖൈസിനെ കുറിച്ച് പറയാം. അംറുബിൻ ഹിന്ദ്. അടുത്ത ചോദ്യം നോക്കിക്കേ. അശ്ശാഇറുൽ ജാഹിലി അല്ലദി ഇശ്തറക ഫീ മഖ്തലി അംറുബിൻ ഹിന്ദ് മലിക്കുൽ ഹിറ, ഹിറയിലെ രാജാവായിട്ടുള്ള അംറുബിൻ ഹിന്ദ് രാജാവിനെ കൊല്ലാൻ വേണ്ടി കൂട്ടത്തിൽ കൊണ്ടായിരുന്ന കവി ആരായിരുന്നു? ഹാരിസ് ബിൻ ഹില്ലിസ, അംറുബിൻ കുലുസും, ആയിഷ, ലബീദ് ബിൻ റബിയ. ഈ കഥ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ടീച്ചർ പഠിപ്പിച്ചില്ലേ കഥ? ഇല്ലല്ലോ. പഠിപ്പിച്ചോ? നാവലനിയ തൊബക്ക് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്താ അറിയോ? അംറുബിന് കുലുസും പ്രശസ്തനായിട്ടുള്ള ഒരു ഒരു കവിയാണ്. ഇദ്ദേഹം അംറുബിന് ഹിന്ദ് രാജാവിന്റെ അടുക്കലേക്ക് ഇദ്ദേഹത്തിന് ഒരു ക്ഷണം കിട്ടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഉമ്മയോടൊപ്പം ഇദ്ദേഹം അങ്ങോട്ട് പോവാണ്. ഈ അംറുബിന് ഹിന്ദ് രാജാവിന്റെ ഉമ്മയാണ് ലൈല വന്നിട്ട് അംറുബിന് കുലുസൂമിന്റെ ഉമ്മാനോട് പറയുന്നുണ്ട്, നീ ആ പ്ലേറ്റ് ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞു. ആ പ്ലേറ്റ് ഞങ്ങൾക്ക് പ്ലേറ്റ് നാവന്യ തൊബക്ക് എന്ന് പറയും. ഈ സമയത്ത് ലൈല പറയും, അംറുബിന് കുലുസൂമിന്റെ ഉമ്മ പറയും, ആവശ്യക്കാര് വന്ന് പ്ലേറ്റ് എടുത്തോണമെന്ന് പറയും. തക്കമ സ്വാഹിബത്തുൻ ലി ഹാജത്തിഹ എന്ന് പറയും. ആവശ്യക്കാര് വന്ന് പ്ലേറ്റ് എടുത്തു എന്ന് പറയും. അപ്പൊ ഒരു രാജ്ഞിയോട് ഇങ്ങനെ ഒരു പത്നി ഒരാൾക്ക് തിരിച്ചു മറുപടി പറയാൻ പറ്റുമോ? ഒരു രാജാവിന്റെ ഉമ്മ പറയാണ്, ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വാന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് എടുത്ത് കൊടുക്കണ്ടേ? വേണ്ടേ? കൽപ്പനയല്ലേ, രാജകൽപ്പനയല്ലേ? പക്ഷെ മൂപ്പര് തിരിച്ചു പറഞ്ഞു, ആവശ്യക്കാരൻ വന്ന് പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് രാജാവിന്റെ ഉമ്മാക്ക് ദേഷ്യം വന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് തഗ്ലബ് ഗോത്രക്കാർ മുഴുവൻ നശിച്ചു പോട്ടെ എന്ന് എന്ത് ചെയ്തു? മൂപ്പരുടെ ആര് പ്രാഗി? ഈ അംറുബിൻ ഹിന്ദ് രാജാവിന്റെ ഉമ്മ പ്രാഗി. ഇത് ആർക്ക് ദേഷ്യപ്പെട്ടു? ഈ ലൈല എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരാണ് കേട്ടോ, അംറുബിൻ കുലുസൂമിന്റെ ഉമ്മന്റെ പേരാണ്. ഇത് ദേഷ്യം ആർക്ക് വന്നു?
അംബ്രബിനിന്ത് രാജാവിന് വരികയും അംബ്രബിന് കുലുസുമിന് വരികയും അംബ്രബിന് ഹിന്ദ് രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അംബ്രബിന് ഹിന്ദ് രാജാവിനെ അംബ്രബിന് കുലുസും കൊല്ലുന്നുണ്ട് കേട്ടോ. അംബ്രബിന് കുലുസും എന്ത് ചെയ്യുന്നുണ്ട്? അംബ്രബിന് ഹിന്ദ് രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് ഉമ്മയോട് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ രാജാവിനെ കൊന്നിട്ട് ഇറങ്ങി വന്നു. ഇതാണ് ആ കഥ. ഓക്കെ, ഇതാണ് അംബ്രബിന് കുലുസും. കുന്നാ നഅത്തമു ഫിൽ ഹറബ് ബിശ്ഇരിഹി. കുന്നാ നഅത്തം ഫിൽ ഹറബ് ബിശ്ഇരിഹി. ഇത് ആരുടെ വരികളാണ്? ഇതാര് പറഞ്ഞതാണ്? അതായത് നമ്മൾ ഈ യുദ്ധത്തിൽ നേരിടാൻ പോകുന്നത് കവിത കൊണ്ടായിരിക്കും എന്നുള്ളത്. ഇദ്ദേഹത്തോട് ഇതാര് പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. ഇത് അറുവത് ബിൽ വർദ്, പ്രശസ്തനായിട്ടുള്ള ഒരു കവി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. അന്തറ എന്ന വാക്കിന് അർത്ഥം എന്താണ്? അന്തറ എന്ന വാക്കിന് ദുബാബുൽ അസ്റഖ് ആണോ, അൽ ഖൈലുൽ അബിയദ് ആണോ, സ്വാഹിബുൽ മുലൂക്ക് ആണോ, റഷീദുൽ ഷദീദ് ആണ്? അന്തറ നീല ഈച്ച എന്നുള്ളതാണോ, വെള്ള കുതിര എന്നുള്ളതാണോ, സ്വാഹിബുൽ മുലൂക്ക് രാജാവിന്റെ സ്വാഹിബ് എന്നുള്ളതാണോ, ശക്തിയായ വ്യക്തി എന്നുള്ളതാണ്? ഏതാണ്? ദുബാബുൽ അസ്റഖ് നീല ഈച്ച എന്നുള്ളതാണ്. ഇത് ആരുടെ വരികളാണ്? തുറഫത്ത് ബിനുൽ വലീദിന്റെ മുഅല്ലഖയുടെ തുടക്കമുള്ള വരികളാണ്. അൽവാദറ നമ്മൾ പറഞ്ഞതാണ്. ബത്തുലു ഫി ഹർബ് ദാഹിസ് വൽ വബറ. ദാഹിസ് വൽ വബറ എന്ന യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ബത്തുൽ ആരാണ്? ഇതിന്റെ രസം എന്ന് വെച്ചാൽ കഴിഞ്ഞ പരീക്ഷ വരെയും ചോദിക്കാത്ത, നമ്മൾ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല ചോദ്യങ്ങളും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു. അതാണ് നിങ്ങൾ നേരത്തെ കണ്ട മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. യെസ്, അന്തറത്തുബിന് ശബ്ദാണ് ദാഹിസുൽ ഒബ്ര യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു ദാഹിസുൽ ഒബ്ര യുദ്ധങ്ങളും? ദാഹിസുൽ ഒബ്ര യുദ്ധം അബിസ് ദുബിയാൻ ഗോത്രങ്ങൾക്കിടയിലായിരുന്നു. ഇനി ദുബിയാൻ ഗോത്രം ജാഹിലി കാലഘട്ടത്തിൽ ഏത് ദൈവത്തെയായിരുന്നു എന്ത് ചെയ്യുന്നത്? അവർ ആരാധിച്ചിരുന്നത്? ലാത്തയായിരുന്നോ, മനാത്തയായിരുന്നോ, ഉസ്സയായിരുന്നോ, കൈസയായിരുന്നോ? ദുബിയാൻ ഗോത്രം അവര് ഇസ്സയായിരുന്നു എന്ത് ചെയ്യുന്നത്? ഉസ്സയായിരുന്നു അവര് അവരിതാക്കുന്നത്. ലാത്തയും അനാത്തയൊക്കെ ജാഹിലി കാലഘട്ടത്തിൽ ഈ പറയുന്ന ഖുറൈശികളായിരുന്നു എന്ത് ചെയ്യുന്നത്? ആരാധിച്ചിരുന്നത്. ഉസ്സയായിരുന്നു ദുബിയാനികളെ ആരാധിച്ചിരുന്നത്. ജംഹറത്ത് അഷ്ആറുൽ അറബ് ആരുടെ കൃതിയാണ്? അബൂ സഈദ് സറൂദി, അബുൽ ഫതഹ് ഇസ്കന്ദരി, അബൂ സഈദ് അൽ ഖുർഷി, മുഫല്ലൽ ഇബ്നു ലബീയ. മുഫല്ലലിയാത്ത് മുഫല്ലൽ ലബീയ. ജംഹറത്ത് അഷ്ആറുൽ അറബ് ആരുടെയാണെന്നാണ് ചോദ്യം. അബൂ സഈദ് അൽ ഖുർഷിയുടെയാണ്. അബൂ സഈദ് അൽ ഖുർഷിയുടെയാണ്. ലൈസ മിന ലുഗാത്ത് സാമിയ, ഇറാനിയ, ആറാമിയ, കനാനിയ, അറബിയ. ഇറാൻ ഭാഷ സെമറ്റിക് ഭാഷയിൽ പെട്ടതല്ല. അൽ ഇക്വ. ഓക്കെ, ഇത് വേണ്ട. ലുഗത്തുൽ യമൻ അക്സർ ഇത്തിസാലം ബിൽ. യമനികളുടെ ഭാഷ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരുമായിട്ടാണ്? അറബി ഭാഷയുമായിട്ടാണ്, യുനാനി ഭാഷയുമായിട്ടാണോ, ഫീനിക്കൻ ഭാഷയാണോ, ഹബഷിയ ഭാഷയുമായിട്ടാണോ? ഹബഷിയ ഭാഷയാണ് കേട്ടോ. ജനൂബാണ് അറബി ഭാഷ എന്ന് പറയാ. ഷിമാല് യമനികളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഹബഷിയ ഭാഷയാണ് കേട്ടോ. അറബി ഭാഷയല്ല യമനികളുടെ ഭാഷ എന്ന് പറയാം. അത് അതിൽ പെടുന്ന സെമറ്റിക് ഭാഷയിൽ പെട്ട ഒരു ഭാഷയാണ് ഫീനിക്കിയൻ ഭാഷ എന്ന് പറയാം. പ്രത്യേകിച്ചും ഈ സിറിയയിലുള്ള ഈ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സംസാരിച്ചിരുന്ന ഒരു ഭാഷയാണ് ഫീനിക്കിയൻ
ബീനിക്കൻ ഭാഷ. ഇപ്പൊ ഉണ്ടത്? ഇപ്പൊ ഉണ്ടോന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. അതെ, സെമിറ്റിക് ഭാഷയിൽ ഒരുപാട് ഭാഷകുടുംബങ്ങളുണ്ട്. ഈ ബാബിലിയൂൻ, ഇറാഖ് ഭാഷ പ്രദേശത്ത് ബാബിലികൾ ഉണ്ടായിരുന്നു, ആശൂരിയാക്കൾ ഉണ്ടായിരുന്നു, സിറിയയിലെ ഫൈനീക്കികൾ ഉണ്ടായിരുന്നു, ഫലസ്തീനിലെ അബറാനികൾ ഉണ്ടായിരുന്നു, അബിഷയിലെ അഹ്ബാഷികൾ ഉണ്ടായിരുന്നു, ഷിബഹു ജസീറത്തുൽ അറബിയിൽ അറബികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എന്താണ് സെമറ്റിക് കുടുംബങ്ങളുണ്ട്, സെമറ്റിക് ഭാഷാ കുടുംബങ്ങളുണ്ട് എന്നുള്ള. ബി അന്ന നുവദ്ദിദു റിയാത്തു ബയ്യിലൻ വ നസ്തറഹുന്ന ഹുമറൻ ഖദറുവൈനൻ. ഇത് ആരുടെ വരികളാണ്? ബി അന്ന നുവദ്ദിദു റിയാത്തി ബയ്യിലൻ വ നസ്തറഹുന്ന ഹുമറൻ ഖദറുവൈനൻ. നൂനിയെ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടൂല്ലേ? അംറുബിന് കുലുസുമിന്റെ ആണ്. മക്ക നോക്കി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. മക്കാനും തജ്തമഉ ഫീഹി ഖുറൈശി ലിൽ മുഷാവറ ഫിൽ ജാഹിലിയ. ജാഹിലി കാലഘട്ടത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഖുറൈശികൾ ഒരുമിച്ച് കൂടിയിരുന്ന പ്രദേശത്തിന് എന്ത് പറയുന്ന? പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. PSCക്കോ നെറ്റിനോ എന്തോ. നെറ്റിന് ചോദിച്ചിട്ടുണ്ട് എന്തായാലും. ദാറുൻ നദുവയാണ്, ദാറുൻ നദുവയാണ്. ഇനി മുസ്തശ്രിക്കുൻ അൽമാനിയുൻ, ഒരു ജർമ്മൻ ഓറിയന്റലിസ്റ്റ് ആണ്. ലഹു താരിഖ്, മൂപ്പർക്കൊരു ചരിത്ര ഗ്രന്ഥമുണ്ട്. കാറൽ ബ്രോക്കൽമാൻ ആണോ, ഫിലിപ്പ് ഹത്തക്കാണോ, യോഹന ഗ്രോഗലിനാണോ, ബ്രോക്ലസിനാണോ? ഇതൊക്കെ ഓറിയന്റിസ്റ്റുടെ പേരുകളാണ് കേട്ടോ. താരിഖുൽ അദബുൽ അറബ് എന്ന പുസ്തകത്തിന്റെ പേര് തന്നെ. 6 വോള്യങ്ങളുണ്ട്. ഞാൻ മുമ്പും പരീക്ഷയ്ക്ക് പറഞ്ഞതാണ്, ക്ലാസ്സിന് പറഞ്ഞതാണ്, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഓർക്കണുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താരിഖുൽ അദബുൽ SSCയാത്തിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഓർക്കണുണ്ടോ? നമ്മൾ ജോർജി സേദാന്റെ താരിഖു ആദാബുൽ ലോത്തുൽ അറബിയെ കുറിച്ച് പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ടോ? അല്ലാഹ്, ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഹന്നാഫാഹൂരിക്ക് താരിഖുൽ അദബുൽ അറബ് എന്നുള്ള പുസ്തകം തന്നെ ഉണ്ട്. ജംഹറത്ത് അഷ്ആറുൽ അറബ് അബൂ സഈദുൽ ഖുർശി. മസാദിർ ഷെറുൽ ജാഹിലി വഖീമത്തുഹു താരിഖിയ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് നെറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, സെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2021 PSC പരീക്ഷയ്ക്കും ചോദിച്ചു. ഇതാരുടെയാണ് ഈ പുസ്തകം ആരുടേതാണെന്നാണ് ചോദ്യം. അഹമ്മദ് ഷാഹിബ്, നാസറുദ്ദീൻ അൽ അസദ്, മുസ്തഫ സ്വാദിഖ് റഫായി. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഗ്രന്ഥമാണിത്. ജാഹിലിയ കാലഘട്ടത്തെ കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഒന്ന് കറക്കി കുത്തി നോക്ക്, ചിലപ്പോ ശരിയാവും, ചിലപ്പോ തെറ്റും. എന്തേലും ആവട്ടെ, നമുക്ക് പഠിച്ചാ പോരെ. എല്ലാ ഓപ്ഷനും വന്നാൽ നല്ല രസം ഉണ്ടാവും. ജസ്ന ടീച്ചറിന് പോയിന്റ് ഉണ്ട്. നാസറുദ്ദീൻ അൽ അസദാണ് കേട്ടോ ആൻസർ. നാസറുദ്ദീൻ അൽ അസദിന്റെ പുസ്തകമാണ് മസാദിറു ഷെറുൽ ജാഹിലി വഖീമത്തുഹു താരിഖിയ. ഷൗക്കി ലൈഫിന്റെ പുസ്തകം താരിഖുൽ അദബുൽ അറബി എന്നുള്ളതാണ്. ഷൗക്കി ലൈഫിന്റെ 10 വോള്യങ്ങളാണ് പുസ്തകം ഉള്ളത്. മുസ്തഫ സ്വാദിഖ് റഫീഖ് ഒരു പുസ്തകമുണ്ട്, താരിഖു ആദാബുൽ അറബ് എന്നാണ്. 2 വോള്യങ്ങളാണ്, 2 വോള്യങ്ങൾ താരിഖുൽ ആദാബുൽ അറബിനുള്ളത്. അഹമ്മദിന് ഷാഹിബിന് താരിഖുൽ നഖ്ദുൽ അദബി അങ്ങനെ എന്തോ ഒരു പുസ്തകമുണ്ട്. ഓക്കെ, ഷൗക്കി ലൈഫിൻ്റെത് താരിഖുൽ അദബുൽ അറബി എന്നുള്ളതാണ്. 10 വോള്യങ്ങളാണ്. മുസ്തഫ സ്വാദിഖ് റഫീഖ് താരിഖു ആദാബുൽ അറബാണ്. ഷാഹിബിന്റെ നോക്കിയിട്ട് പറഞ്ഞുതരാം. അദ്ദേഹത്തിന് ഉസൂലുൽ നഖ്ദുൽ അദബി എന്നുള്ള പുസ്തകമാണ് കേട്ടോ. ഉസൂലുൽ നഖ്ദുൽ അദബി എന്നുള്ള പുസ്തകമാണ്. അതുപോലെ താരിഖുൽ നഖായിദ് ഫി ഷെറുൽ അറബി എന്നുള്ള പുസ്തകമൊക്കെ ഉണ്ട് ഈ അഹമ്മദ് ഷാഹിബ്. അപ്പോ ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാൻ കേട്ടോ ക്ലാസ്. സാറേ നമ്മളെ